ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ കർത്താവ് ഇന്ന് നമുക്കായി തന്ന ദൈവത്തിന്റെ വലിയ കൃപകളെ ഓർത്ത് നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. സ്വാതന്ത്ര്യത്തോടെ, ആരോഗ്യത്തോടെ, ആയുസ്സോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ എല്ലാം വന്ന് ദൈവത്തിനെ ആരാധിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നൽകിയ ഈ പകലിനപ്പുറമായി ഒരു പകല് വേറെ നമുക്ക് ലഭിക്കാനില്ല. ഈ പകൽ പ്രാപിക്കുവാനുള്ള പകലാണ്. സ്തോത്രം. ഇന്ന് പകല് ദൈവത്തിന്റെ ആരാധന ഇവിടെ തുടങ്ങിയപ്പോൾ മുതൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്ന ദൈവത്തിന്റെ ഒരു ആലോചനയാണ് ഇന്നത്തെ പകൽ പ്രാപിക്കാനുള്ള പകലാണ്. പ്രാപിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാണെങ്കിൽ അത് പ്രാപിക്കുന്ന രീതിയിൽ അനുഗ്രഹങ്ങളെ നൽകിയിട്ടേ ആര് പോകത്തുള്ളൂ? കർത്താവായ യേശുപതൻ പോകത്തുള്ളൂ. യേശുപതൻ നമ്മളെ മധ്യയിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് പ്രാപിക്കാൻ ഞാൻ തയ്യാറാ. അതിന് തടസ്സമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഞാൻ അനുതാപിക്കുക. ആരോട് അനുതാപിക്കുന്നത്? മനുഷ്യരോടല്ല അനുതാപിക്കേണ്ടത്, സ്വന്തം ബന്ധങ്ങളോടല്ല അനുതാപിക്കേണ്ടത്, നാട്ടുകാരോടല്ല അനുതാപിക്കേണ്ടത്, ഭവനത്തോടല്ല അനുതാപിക്കേണ്ടത് സർവശക്തനായ ദൈവത്തിന്റെ ഫ്രണ്ടില. ദൈവത്തിന്റെ ഫ്രണ്ടിൽ നമ്മൾ അനുതാപിച്ചാൽ നിശ്ചയമായി ആ വിഷയത്തിനകത്ത് ആര് പരിഹാരം നൽകും? കർത്താവ് പരിഹാരം നൽകും. നമ്മുടെ കുറവുകളെ, നമ്മുടെ തെറ്റുകളെ നമ്മൾ മനുഷ്യന്റെ ഫ്രണ്ടിൽ അനുതാപിച്ചാൽ ആ മനുഷ്യൻ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ പരിഹസിക്കും. പക്ഷെ ദൈവത്തിന്റെ സന്നിധിയിൽ അനുതാപിച്ചാൽ ഒരിക്കലും ദൈവം ചെയ്യത്തില്ല, പരിഹസിക്കത്തില്ല. അനുതാപിക്കുന്ന ഹൃദയത്തെ കർത്താവ് എന്ത് ചെയ്യും? ചേർത്ത് പിടിക്കും. അവനെ എന്ത് ചെയ്യും? ബലപ്പെടുത്തും. ശക്തി പ്രാപിച്ച് അവനെ എന്ത് ചെയ്യും? കർത്താവ് പുറത്തു കൊണ്ടുവരും. അപ്പൊ നമ്മൾ ആരോട് അനുതാപിക്കുന്നത്? നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ കർത്താവിനോട് അനുതാപിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റുപറയേണ്ടത് കർത്താവിനോടാണ്. അപ്പൊ ക്ഷമിക്കേണ്ടത് ആരാ? കർത്താവ്. മനുഷ്യനാണ് ക്ഷമിക്കേണ്ടത്, മനുഷ്യനല്ല ക്ഷമിക്കേണ്ടത്. ആരാ ക്ഷമിക്കേണ്ടത്? കർത്താവാണ് ക്ഷമിക്കേണ്ടത്. സ്തോത്രം. അപ്പൊ ദൈവത്തോടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്ത് കാര്യവും ഷെയർ ചെയ്യേണ്ടത്. അപ്പൊ ദൈവം നമ്മളെ ഷെയർ ചെയ്യുന്ന വിഷയത്തിനകത്ത് മറുപടി ആര് തരും? കർത്താവ് തരും. സ്തോത്രം. ഞാൻ സ്തോത്രം ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ വെള്ളമില്ലാതെ അവർ ദാഹിച്ചൊരു സമയമുണ്ട്. അവരെടുത്ത വായിൽ മോശയുടെ ഫ്രണ്ടിൽ, ദൈവത്തിന്റെ ഫ്രണ്ടില് അവർ പിറുപിറുത്തു. മോശയോട് പിറുപിറുത്തു, അതേപോലെ ദൈവത്തോടും അവർ പിറുപിറുത്തു. എന്തിനാ ഈ മരുഭൂമി ഞങ്ങളെ കൊണ്ടുവന്നത്? സ്തോത്രം. വെള്ളമില്ലാതെ ഞങ്ങള് സ്തോത്രം പ്രയാസപ്പെടുന്നത് കണ്ടില്ലേ? അപ്പോഴ് അവര് പുറമെടുത്തപ്പോൾ ദൈവം പറഞ്ഞു, മോശയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ആ കല്ലിനോട് അടിക്കാൻ പറഞ്ഞു. കല്ലെ അടിച്ചു. വെള്ളം പുറപ്പെട്ടപ്പോൾ അവര് വലിയ സന്തോഷത്തോട് ചെന്ന് വെള്ളം കുടിക്കാൻ ചെന്നപ്പോഴേ കയ്പിന്റെ അവസ്ഥയാണ്. അവർ ചോദിച്ചെന്തുവാ? വെള്ളമാ ചോദിച്ചത്. കർത്താവ് എന്ത് ചെയ്തു? കൊടുത്തു. ആദ്യമേ മധുരമുള്ള വെള്ളം കൊടുക്കാത്ത എന്തുകൊണ്ടാ? അവർക്ക് വെള്ളമില്ലാതിരുന്നപ്പോൾ അവർ പുറുപുറുത്തു. ചില പുറുപുറുപ്പും ചില അനുഗ്രഹത്തിന് തടസ്സമാണ്. നമ്മളെ ചില പുറുപുറുപ്പ് ചില അനുഗ്രഹത്തിന് തടസ്സമാണ്. നമ്മൾ ഓർക്കും പുറുപുറുത്തത് ആരും കേട്ടില്ലല്ലോ, പുറത്തു വന്നില്ലല്ലോ എന്നല്ല നമ്മൾ ഓർക്കും. പക്ഷെ ഹൃദയത്തിനകത്ത് ചിന്തിക്കുന്ന മുമ്പേ ആരറിയും? കർത്താവ് അറിയും. ഇന്ന് നമുക്ക് ഒളിപ്പിച്ചു വെക്കാൻ പറ്റാത്ത ഒറ്റ ഒരാളെടുത്തേ ഉള്ളൂ. ആരുടെ? കർത്താവിന്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒന്നും ഒളിപ്പിക്കാൻ പറ്റത്തില്ല. ചില വ്യക്തികൾ നമ്മളെ നിന്ദിക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും മുൻവിധിക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ അവിടെ പ്രതികരിച്ചില്ല. നമ്മളെ ഉള്ളിൽ ഒന്ന് നൊന്താ മതി. ആര് പ്രതികരിക്കും? കർത്താവ് പ്രതികരിക്കും. സ്തോത്രം. പ്രതികരിക്കും. അവര് ചോദിച്ചു, വെള്ളമില്ലാത്ത സ്ഥലത്താണ് ഞങ്ങളെ കൊണ്ടുവന്നത്. വലിയ ചെങ്കടൽ രണ്ടാക്കി 10 ബാധ കഴിച്ചു. പറവോന്റെ രാജ്യത്തിനകത്ത് മൂത്ത സന്താനം മരിച്ചുപോയി. അങ്ങനെ മൂത്തതായി ജനിച്ച അനേകർ മിസ്രൈമിൽ മരിച്ചുപോയി. ആ മരണത്തിനകത്തുനിന്നെല്ലാം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. അല്ലെങ്കിൽ ചെങ്കടലിൽ വന്നപ്പോൾ ചെങ്കടൽ രണ്ടാക്കി തന്നു. അതിൽ കൂടെ നടത്തി. ചെങ്കടലിനകത്ത് ഞങ്ങൾ കടന്നുപോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പിന്നാലെ ഞങ്ങളെ നശിപ്പിക്കാൻ വന്ന മിസ്രൈമിനെ ചെങ്കടലിനകത്ത് മുക്കിക്കൊന്നു. ഇതെല്ലാം ചെയ്ത ദൈവമാണ്. വെള്ളം തരാൻ ദൈവത്തിന്റെ വിഷയമാണോ? ഒരു മഴ വീഴ്ത്തിയ ദൈവത്തിന്റെ വിഷയമാണോ? വെള്ളം തരാൻ ദൈവത്തിന്റെ വിഷയമാണോ? കണക്കൂട്ടിക്കണം. ഒന്നുമില്ലാത്തടത്ത മരുഭൂമിക്കകത്ത് പറയുക വെള്ളം വേണം.
പറയുക, പാറയടിക്കും, വെള്ളം വരും. പാറയടിച്ചു, വെള്ളം വന്നു. പക്ഷെ കുടിച്ചപ്പോ എന്തുവാ? കയ്പാണ്. ഇതേപോലെ പലപ്പോഴും നമ്മൾ കണ്ണുനീരെല്ലാം ഒഴുക്കിയിട്ട് പ്രാർത്ഥിച്ച് ചിലപ്പോൾ മറുപടി കിട്ടുമ്പോൾ ആ മറുപടി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, സുഖമായിട്ട് അനുഭവിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ? ഈ പ്രാർത്ഥിക്കുന്ന മുമ്പ് എന്ത് ചെയ്തു? പുറത്തു. സ്തോത്രം. നമ്മളെല്ലാം പറയുന്ന സാധനമാണ്. എന്തുവാ? നമ്മളെല്ലാം പറയുന്നത് സാധനമാണ്, പുറു. അതേപോലെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നമ്മളെ വീടിനകത്ത് നമ്മൾ 4 പേരെ ഉള്ളൂ കുട്ടിക്കും, 4 പേരെ ഉള്ളൂ, അല്ലെങ്കിൽ 5 പേരെ ഉള്ളൂ. എന്തെങ്കിലും രീതിയിൽ ഒരു പ്രതികൂലം വന്നാൽ ഉടനെ സ്തോത്രം നമ്മൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കാൻ തുടങ്ങും. സ്ഥിരമുള്ള പരിപാടിയാണ്. എന്തുവാ? നിന്റെ എല്ലാം കുറവുണ്ട്, നീ ഒന്നും പ്രാർത്ഥിക്കാത്തതിന്റെ കുറവുണ്ട്. പഠിക്കാൻ തോന്നും. സ്തോത്രം. ആ പഴി ഒരിക്കലും അനുഗ്രഹമാവത്തില്ല. പഴി ഒരിക്കലും അനുഗ്രഹമാവത്തില്ല. അത് നമുക്ക് ദോഷമാവത്തില്ല. നമ്മൾ പഠിക്കും. നമ്മൾ ഉടഞ്ഞാൽ എന്താ? നമ്മൾ ഉടയത്തില്ല. നമ്മളെന്ത് ചെയ്യും? മയറാ തലയിലോട്ട് വെച്ച് നോക്കും. നമ്മളെ പുറകോട് തുറച്ച് വെച്ചിട്ട് നമ്മളെന്ത് ചെയ്യും? ജയിച്ചെന്ന് തീരുമാനിക്കും. ജയിച്ചെന്ന് പറയും. ഞാൻ പഠിക്കും. ഞാൻ പഠിക്കത്തില്ലെന്നല്ലേ പറയുന്നത്. ഞാൻ എടുത്തു പോയി പറയും, നിങ്ങളെല്ലാം കുറവുണ്ടാ, കുറവുണ്ടാ. സുനിത എപ്പോഴും പറയും, നിങ്ങൾ പ്രാർത്ഥിരുന്നോ? സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥി. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടാ എന്ന് പറയും. ഈ പഴി കഴിഞ്ഞ ദിവസങ്ങളിൽ വചനം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തെറ്റാ. സ്തോത്രം. തെറ്റാ. അത് ചില നന്മയ്ക്ക് പ്രശ്നമാണ്. കാര്യം കുടുംബത്തിനകത്തുള്ള യോജിപ്പ് അവിടെ മാറും. യോജിക്കുന്നത് ആർക്കിഷ്ടമല്ല? പിശാചിന് ഇഷ്ടം. ഓർത്തോണം. അതുകൊണ്ട് ദൈവവചനം പറയുന്നത് വയറ്റിനകത്ത് നിരപ്പ് പ്രാപിച്ചോണം. കാര്യം എന്തുവാ? വയറ്റ് ഞാൻ ദൈവസേനയിൽ ഇരിക്കാൻ പോവാ. കുടുംബമായിട്ട് ദൈവസേനയിൽ ഇരുന്നില്ല എങ്കിൽ, നിരപ്പ് പ്രാപിച്ചില്ലെങ്കിൽ ഇരിക്കാൻ പറ്റത്തില്ല. പറ്റുമോ? നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ഇരുന്നിട്ട് പറ്റുമോ? കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്തുവാ? കുടുംബത്തിനകത്തൊരു നിരപ്പുണ്ടാകും, ഒരുക്കമുണ്ട്. കുടുംബത്തിനകത്ത് എന്തുണ്ട്? ഒരു ഒരുക്കമുണ്ട്. നിരപ്പ് പ്രാപിക്കണം. ആ നിരപ്പ് പ്രാപിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, 1 or 2 പേര് എവിടെ കൂടുന്നു അവരുടെ മധ്യേ. 2 പേര് വന്നെന്ന് പറഞ്ഞ കർത്താവ് വരത്തില്ല. അവര് കൂടുന്ന വിഷയം ഒന്നായിരിക്കണം. ഈ വിഷയം ഒന്നാവണമെങ്കിൽ കുടുംബം ഒന്നായിരിക്കണം, അല്ലയോ? കുടുംബത്തിനകത്ത് എന്ത് ചെയ്യണം? ഒരേ മനസ്സോട് പ്രാർത്ഥിക്കാനിരിക്കണം. ഇത് പ്രാർത്ഥിക്കാൻ ഇരുന്നില്ലെങ്കിൽ പോയി. അവിടെ ആര് കയറി? പിശാച് കയറി. നമ്മളവിടെ തന്നെ എന്ത് ചെയ്യും? നിന്റെ പേരില പിശാച് കയറി. സ്തോത്രം. ഇല്ലെന്ന് പറയുമോ? നിന്റെ ഒറ്റ ഒരുത്തി മാത്രമാ, അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ ഒരുത്തൻ മാത്രമാ ഇന്നിവിടെ പ്രാർത്ഥന നടക്കാത്ത. അങ്ങനെയല്ലേ പറയുന്നത്? അല്ലാതെ വേറെ വാക്ക് പറയൂ? ചിലപ്പോ പുറത്ത് പറഞ്ഞ വഴക്കുണ്ടാവുന്ന മനസ്സിൽ പറയും, എന്റെ കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും നമ്മളെ ന്യായീകരണമാണ്. ഒരിക്കലും അല്ല നമുക്ക് നമ്മളെ തന്നെ എപ്പോഴും എന്ത് ചെയ്യണം? കുത്തിക്കണം. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, ഞാൻ ഒരു പേരിൽ ചൂണ്ടി നിങ്ങളെ സഭയ്ക്കകത്ത് നിന്ന് പ്രസംഗിക്കുമ്പോ, ദൈവസഭയ്ക്കകത്ത് നിന്ന് പ്രസംഗിക്കുമ്പോ 4 പേരുകൾ എന്നെയാ ചൂണ്ടുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന വിഷയത്തിനകത്ത് 4 പേരുകൾ ആരെയാ ചൂണ്ടുന്നത്? എന്നെ ചൂണ്ടുന്നത്. ഒരു വിരലേ ഉള്ളൂ നിങ്ങളെ ചൂണ്ടുന്നത്. എന്റെ ഒരു വിരലേ നിങ്ങളെ ചൂണ്ടുന്നുള്ളൂ. 4 പേരുകൾ ആരെ ചൂണ്ടുക? എന്നെ ചൂണ്ടുക. അപ്പോഴെന്ത് ചെയ്യണം? ഈ പ്രസംഗം നിങ്ങൾക്കല്ല, എനിക്കും അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കും. പ്രസംഗിക്കാൻ ആർക്കും പറ്റും. പ്രസംഗമല്ല വിഷയം, അത് ഏറ്റെടുത്തായിരിക്കണം പ്രസംഗിക്കുന്നത്. എങ്കിലേ ആ പ്രസംഗം കൊണ്ട് എന്ത് ചെയ്യത്തുള്ളൂ? പ്രയോജനം ഉണ്ടാവട്ടെ. കുടുംബത്തിനകത്ത്
പ്രാർത്ഥന തെറ്റിക്കുന്ന വലിയൊരു പിശാചാണ് കലഹം കൊണ്ടുവരുന്നത്. എന്തുവാ, എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാൻ പറയാറ്, പിള്ളേരെ അടുത്ത് പോലും പിള്ളേരെ ഒരാളെ പോലും സ്തോത്രം തല്ലുകയോ അല്ലെങ്കിൽ വഴക്കുകയോ പറഞ്ഞാൽ അന്ന് എനിക്ക് ഒന്നിച്ചിരിക്കുമ്പോഴേ അതിനു മുമ്പേ ഞങ്ങൾ തമ്മിൽ ചിരിച്ചില്ല എങ്കിൽ സന്തോഷിച്ചില്ലെങ്കിൽ എനിക്ക് സത്യമായിട്ട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഹൃദയം തുറക്കാത്തൊരു പ്രാർത്ഥനയോട് എനിക്ക് താല്പര്യമില്ല. ചുമ്മാ പേരിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയോട് എനിക്ക് താല്പര്യമില്ല. പ്രാർത്ഥിക്കാൻ ഇരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? ഹൃദയം തുറക്കണം. ഹൃദയം തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ച സന്തോഷത്തോടായിരിക്കണം പറയുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അല്ലാത്ത പ്രാർത്ഥന നമ്മുടെ കുടുംബത്തിനകത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, പ്രാർത്ഥിച്ചെന്ന് പറയാം, നാട്ടുകാരുടെ വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറയാം, മറ്റുള്ളവരുടെ വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പറയാം. പക്ഷേ ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ട. ദൈവത്തിന് വേണ്ടത് 1, 2, 3 പേർ എവിടെ കൂടുന്നവരുടെ മധ്യേ ഞാൻ വരും. ഒരേ മനസ്സോട് പ്രാർത്ഥിക്കുന്നവരുടെ മധ്യേ. സ്തോത്രം. കുടുംബ പ്രാർത്ഥന ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കുടുംബ പ്രാർത്ഥന. അതുപോലെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം അയ്യോ ഇത്രയും സമയത്ത് നിർത്തും, ഇത്രയും അങ്ങനൊന്നുമല്ല. പ്രാർത്ഥിക്കാൻ ഇന്ന് ആത്മസാന്നിധ്യം പ്രാപിച്ചാൽ അങ്ങ് പൊക്കോണം. ആത്മസാന്നിധ്യം പ്രാപിക്കാൻ. പക്ഷെ എല്ലാവരും ആത്മസാന്നിധ്യം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാവരും ഒരേ മനസ്സോടായിരിക്കണം വിഷയത്തിനകത്തിരിക്കണം. എങ്കിലേ എന്ത് ചെയ്യത്തുള്ളൂ? ആത്മസാന്നിധ്യം പ്രാപിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും? മുഷിവ് തോന്നും. മുഷിവ് തോന്നിപ്പിക്കുന്ന ആരാ? പിശാച. പിശാച. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മളെ മക്കളെ അനുഗ്രഹിക്കണം എന്ന് പറയും. മക്കളിൽ നിന്ന് എന്തെങ്കിലും തിക്താനുഭവം ഉണ്ടായോ നമ്മൾ അനുഗ്രഹിക്കണം എന്ന് പറയും. ഉണ്ടാവും. അനുഗ്രഹിച്ചിട്ട് വേണമേ ഇനി എന്റെ തലയോട് കയറാൻ. ഇതെല്ലാം മനുഷ്യൻ ചിന്തിക്കണം. ഇതൊന്നും ചിന്തിക്കത്തില്ലെന്ന് ആരും പറയല്ലേ. ഇതെല്ലാം ചിന്തിക്കുന്നവനെ, ഞാൻ ഉൾപ്പെടെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ അവരെ മനസ്സലിഞ്ഞ് നമ്മുടെ അടുത്തോട്ട് വന്ന് ഇടപെടുമ്പോഴാ നമുക്ക് പിന്നെ എന്ത് ചെയ്യുന്നത്? മനസ്സലിവ് ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാ, ഈ യോജിപ്പ് മാറ്റുന്നവൻ ആരും പിശാച്. യോജിപ്പിച്ച പിശാച് അറിയാം അവിടെ വല്ലതും നടക്കും, അവിടെ വല്ലതും പ്രാപിക്കും എന്നറിയാം. കുടുംബത്തിനകത്ത് ഒരാളെ രക്ഷിക്കപ്പെട്ടുള്ള ഓക്കെ ഞാൻ പറയുന്നു, നിങ്ങൾ ഇരിക്കുമ്പോ കൈ രണ്ടും അങ്ങോട്ട് കോർത്തിട്ട് കുടുംബം മൊത്തം ഇരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള രീതി പ്രാർത്ഥിക്കും. അടുക്ക സമയത്ത് തന്നെ അവരെ ഈ കൈക്കകത്ത് കോർക്കാൻ വരും. നമ്മൾ വിളിക്കണ്ട, അവരിങ്ങി വരും. നമ്മൾ വിളിക്കുന്നതാ പ്രശ്നം. നമ്മള് ചുമക്കാൻ പോകുന്നതാ വിഷയം. നമ്മൾ കിടന്നിങ്ങനെ ചോണ്ടുന്നതാ വിഷയം. അതിനെ അവര് പിന്നെ എഴുതി കാണിക്കുന്നത്. നീ വരണ്ട സഹോദരൻ, നീ വരണ്ട, അവിടെ ഞാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കൈ കോർത്ത് കുറെ ദിവസമായി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ കോർത്താൻ പറ്റത്തില്ല, എനിക്ക് അല്ലാതെ കോർക്കാൻ ദൈവം ചിലത് ചെയ്യണം. അധികാരത്തോട് ഞാൻ കൽപ്പിക്കുന്നു, കുടുംബത്തിനകത്ത് രൂപാന്തരം ഉണ്ടാവട്ടെ, മാനസാന്തരം ഉണ്ടാവട്ടെ. ജീവനുള്ള യേശുവിനെ സ്തുതിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന ഭവനമായി തീരട്ടെ. എന്റെ ഭവനം, എന്റെ ഭവനത്തിന്റെ നായകൻ ക്രിസ്തുവാ. ആ ക്രിസ്തു എന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടട്ടെ. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനല്ല, കടന്നു വരട്ടെ. കുറെ മാസങ്ങൾ കൊണ്ട്, കുറെ വർഷങ്ങൾ കൊണ്ട് സ്തോത്രം അപേക്ഷിക്കാൻ തുടങ്ങി. ഇനി അപേക്ഷയല്ല വേണ്ടത്, ഇനി അപേക്ഷയല്ല വേണ്ട. കൽപ്പീര് നിന്റെ മേൽ പകർന്നിരിക്കുന്ന ഒരു ആത്മശക്തിയോട്, നിന്റെ മേൽ പകർന്നിരിക്കുന്ന നസറേനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകരുന്ന കൽപ്പീര് നിന്റെ കുടുംബത്തിനകത്ത് രൂപാന്തരപ്പെടാത്തവൻ, മാനസാന്തരപ്പെടാത്തവൻ മാനസാന്തരപ്പെടാൻ പോവാ. കുറെ നാളെ അപേക്ഷിക്കുക. അയ്യോ ഒന്ന് തൊടണേ, ഒന്ന് വരണമേ, ഒന്ന് തുറന്നമേ, ഒന്ന് വരണമേ. ഇനി ആ പരിപാടി ഒന്ന് നിർത്ത്. നസറേനായ യേശുവിന്റെ നാമത്തിൽ, ഇവിടെ യേശുവിന്റെ നാമം മാത്രമേ ഉയരാവൂ. എന്റെ കുടുംബത്തിന്റെ നായകൻ ക്രിസ്തുവാ. മറ്റൊന്നും ഇവിടെ ഉയരാൻ അനുവദിക്കലേ. ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ജയം പ്രാപിക്കട്ടെ.
അങ്ങോട്ട് പാർട്ടി ഇന്ന് പകല് ദൈവം തൊടാൻ പോവുക. ഇന്ന് പകല് ദൈവം തൊടാൻ പോവുക. ഇന്ന് പകല് ദൈവം തൊടാൻ പോവുക. ദൈവത്തിന്റെ പ്രവർത്തികൾ നിങ്ങൾ കുടുംബത്തിനകത്ത് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ചില വിഷയത്തിനകത്ത് ദൈവം തൊടാൻ പോവുക. ഭർത്താവിനെയാണോ തൊടേണ്ടത്? അമ്മ മരുമോനെയാണോ തൊടേണ്ടത്? മരുമകളെയാണോ തൊടേണ്ടത്? കൊച്ചുമക്കളെയാണോ തൊടേണ്ടത്? ഭവനത്തിൽ ആരെയാ തൊടേണ്ടത്? ഭാര്യയാണോ തൊടേണ്ടത്? മക്കളെയാണോ തൊടേണ്ടത്? ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുക, യേശു തൊടാൻ പോവുക. ഞാൻ അറിഞ്ഞ സത്യം എന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടണം. ഞാൻ അറിഞ്ഞ സത്യം എന്റെ ബന്ധുക്കളെ മധ്യയിൽ വെളിപ്പെടണം. ഞാൻ അറിഞ്ഞ സത്യം എന്റെ ദേശത്തുമേൽ വെളിപ്പെടണം. ഞാൻ എവിടെ പോയാലും വന്നാലും ലജ്ജ കൂടാതെ യേശുവിനെ ഉയർത്തുവാൻ കഴിയണം. ഇനി അപേക്ഷയുടെ കാലം കഴിഞ്ഞു. ഞാൻ ആജ്ഞാപിക്കാൻ പോവാ. എന്റെ യേശു എനിക്ക് വേണ്ടി ഇറങ്ങി അത്ഭുതം ചെയ്യാൻ പോവാ. കാര്യം ഞാൻ അപേക്ഷിച്ചു ഫൗണ്ടേഷൻ ഇട്ടു. ഈ ഫൗണ്ടേഷനകത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുക, ദൈവം എന്റെ മേൽ അത്ഭുതം ചെയ്യാൻ പോവാ. ഇത് പകരം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, അവൻ എന്താ പറയുന്നത്? പ്രിയ ദൈവ പൈതലേ, നിനക്ക് രോഗം വന്നാൽ, പ്രതികൂലം വന്നാൽ, അപ്പാ പിതാവേ, ഇടത്തെ കൈ അങ്ങോട്ട് നെഞ്ചിലോട്ട് വെച്ചിട്ട് വലത്തെ കൈ അങ്ങോട്ട് തലയിലോട്ട് അങ്ങോട്ട് വെക്കണം. വെച്ചിട്ട് അങ്ങോട്ട് പറയണം, യേശുവേ, ഈ ശരീരത്തിന്റെ ഓരോ അവയത്തെ സൃഷ്ടിച്ചതാന്ന ഇതിനകത്ത് അധികാരം അങ്ങേക്കാവുള്ളത്. ഇത് രോഗത്തിന് വിട്ടുകൊടുക്കാനുള്ളതല്ല, രോഗത്തിന് കീഴ്പ്പെടാനുള്ള ശരീരമല്ല, രോഗത്തെ ജയിക്കുവാനുള്ള ശരീരമാ. ഞാൻ ദേവത്തെ ജയിച്ചു പുറത്തു വരാനുള്ളതല്ല, എന്റെ രോഗത്തിൽ ബന്ധിച്ചിടുവാനുള്ളതല്ല, എന്റെ ശരീരത്തിന്റെ ഏതാ കേടുപാടുള്ളത്. ഇന്ന് യേശുവിന്റെ നാമത്തിൽ അവിടെ രോഗസൗഖ്യം നടക്കട്ടെ, അത്ഭുതങ്ങൾ അവിടെ നടക്കട്ടെ, അത്ഭുതങ്ങൾ അവിടെ നടക്കട്ടെ, അത്ഭുതങ്ങൾ അവിടെ നടക്കട്ടെ. എന്റെ യേശു ഇന്ന് പകലിനെ വിടുതൽ നൽകിയിരിക്കുന്നു. പറയുക, ഇന്ന് പകലൊന്ന് വിശ്വസിക്കുക, ഇന്ന് പകലൊന്ന് വിശ്വസിക്കുക. ഏറ്റെടുത്തങ്ങോട്ട് പാർട്ടിര്, ഏറ്റെടുത്ത് പാർട്ടിര്. കുടുംബത്തിനകത്ത്, ശരീരത്തിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി നടക്കട്ടെ. കുടുംബത്തിനകത്ത് ഉയർച്ച പ്രാപിക്കില്ലെന്ന് പ്രാപിക്കുന്ന, ജോലി ലഭിക്കത്തില്ലെന്ന് പറയുന്ന, നന്മ ലഭിക്കത്തില്ലെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് പകലൊന്ന് മാറട്ടെ. ആ പ്രതികൂലങ്ങളല്ല ഇന്ന് പകലൊന്ന് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്ന് കൽപ്പീര്. കുടുംബത്തിനകത്തുള്ള എല്ലാ ആചാരങ്ങളും അഴിയട്ടെ, പാരമ്പര്യ ശക്തികളൊന്ന് അഴിയട്ടെ, അന്ധകാര ശക്തികളും അഴിയട്ടെ. യേശുവിന്റെ നാമം കുടുംബത്തിനകത്ത് ജയിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകല് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാട്ടെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാട്ടെ, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാട്ടെ. എന്റെ കുടുംബത്തിനകത്ത് വെല്ലുവിളിക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ. അപ്പൊ പിതാവേ, എന്റെ കുടുംബത്തിനകത്തുള്ള വെല്ലുവിളികൾ മാറട്ടെ, സ്വരച്ചേർച്ചകൾ മാറട്ടെ, സ്വരച്ചേർച്ചകൾ മാറട്ടെ, ഡൈവോഴ്സിന്റെ അവസ്ഥകൾ മാറട്ടെ. എന്റെ കുടുംബത്തെ ഒന്നിപ്പിക്കട്ടെ. ആത്മാവിന്റെ പ്രവൃത്തികൾ എന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെടാട്ടെ. എന്റെ മേൽ എന്റെ യേശു നീതിയിട്ടേ പറ്റൂ. എന്റെ തമ്പുരാൻ എനിക്ക് വേണ്ടി നീതിയിട്ടേ പറ്റൂ. നീതി എഴുതുന്ന തമ്പുരാനെ ഞാൻ വിളിക്കുന്നത്, എന്റെ യേശുവിനെ ഞാൻ വിളിക്കുന്നത്. ഇന്ന് യേശു അപ്പച്ച ഒരു അത്ഭുതം എന്റെ കുടുംബത്തിനകത്ത് വിടും. പരസ്പരം പഴി ചേരുന്ന പരിപാടിയെല്ലാം കൊണ്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ തന്നെ നമ്മളെ, കർത്താവ് എന്റെ കുറവായിരിക്കും ചിലപ്പോ എന്റെ ഭവനത്തിനകത്ത് ചിലപ്പോൾ നന്മ വരാത്തത്. മനുഷ്യനോടല്ല പറയുന്നേ, ആരോടാ പറയുന്നേ? ദൈവത്തോടാ. നമ്മളെ മനുഷ്യനോട് ചിലപ്പോ നമ്മളെ കുടുംബത്തിനകത്ത് ഇത് നമ്മള് വാ തുറന്ന് പറഞ്ഞ ഉടനെ നോക്കും, സ്വയം മനസ്സിലായല്ലോ കുറവല്ല. ആര് തെളിയാൻ തുടങ്ങും? പിശാച് തെളിയാൻ തുടങ്ങും. ആ ഭവനത്തിലുള്ള ആൾക്കാരെ കൊണ്ട് തല ഉയർത്തി പറയുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടത്തില്ല. നമ്മൾ അനുതാപിക്കുന്ന കർത്താവിന്റെ ഫ്രണ്ടിൽ സ്തോത്രം. നമ്മൾ ആരുടെ ഫ്രണ്ടിൽ അങ്ങോട്ട് പഴി ചേരാതെ ക്രിസ്തുവിന്റെ സന്നിധിയിൽ പഴി ചേരണം. ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പഴി ചേരണം. എങ്കിൽ ക്രിസ്തു ആ പഴി എടുത്ത് മാറ്റും. ഹല്ലേലൂയ. എനിക്ക് ഇങ്ങനെ ഒരു ഭാര്യയെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇങ്ങനെ ഒരു മക്കളെ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തിന് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, എന്റെ കുടുംബത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്റെ യേശുവേ, അങ്ങയുടെ നാമം മാത്രമേ ഇവിടെ ജയിക്കാവൂ. അങ്ങയുടെ നാമം അല്ലാത്ത മറ്റൊന്നും ഇവിടെ നടക്കാൻ അനുവദിക്കല്ലേ. അവന്റെ ഒരു പ്ലാനോ പദ്ധതിയോ അനുവദിക്കല്ലേ. ഇന്ന് അപ്രകാരം പ്ലാനും പദ്ധതിയായിട്ട് കൊണ്ടുവന്ന ആപരാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുകൊണ്ടിരിക്കുക. ആ ആപരാരങ്ങളുടെ കുടുംബത്തിന് യേശുവിന്റെ
ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ നോക്കി വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളിയുടെ ചോദ്യമുണ്ടല്ലോ, ഇന്ന് പകൽ എടുത്ത് മാറ്റാൻ പോവുക. ദൈവത്തിന്റെ ഭവനമായി നിന്റെ ഭവനത്തെ മാറ്റാൻ പോവുക. നീ യേശുവിനെ അറിഞ്ഞിട്ടുണ്ടോ? അറിയാതെ നീ അറിഞ്ഞിട്ടുണ്ടോ? ഇന്ന് നിന്റെ ഭവനത്തെ ദൈവം തൊടാൻ പോവുക. ഇന്ന് നിന്റെ ഭവനത്തിന്റെ ബന്ധിച്ചു വെച്ച കോട്ടകൾ തകർത്ത് മൂടുപടങ്ങൾ എടുത്ത് മാറ്റി ദൈവത്തിന്റെ ആത്മാവിന്റെ ഉയർച്ച നിന്റെ കുടുംബത്തിനകത്ത് യേശു പകരാൻ പോവുക. വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം നിന്റെ കുടുംബം പ്രാപിക്കും. ഏത് വിഷയത്തിനകത്തും യേശുവിന്റെ അടുത്തുകൊണ്ട് പരിഹാരമുണ്ട്. ഇന്ന് പകരം ദൈവമക്കൾ അറിയേണ്ട ഏറ്റവും വലിയൊരു സത്യമായ കാര്യമാണ്, ഏത് വിഷയത്തിനകത്തും ആരുടെ പരിഹാരമുണ്ട്? യേശു കർത്താവിന്റെ സന്നിധിയില് പരിഹാരമാണ്. അത് വിശ്വസിച്ച് കഴിഞ്ഞാൽ വിടുതലാണ്. അത് മനസ്സിലാക്കാൻ സമ്മതിക്കത്തില്ല പിശാച്. അത് മനസ്സിലാക്കിയെങ്കിൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. യേശു ഏത് വിഷയത്തിനകത്തും ആർക്ക് പരിഹാരമുണ്ട്? ഒന്ന്, വെള്ളം ചോദിച്ചു, കർത്താവ് അവന് വെള്ളം കൊടുത്തു. ഇല്ല, കർത്താവ് വെള്ളം കൊടുക്കാതിരുന്നില്ല, കർത്താവ് വെള്ളം കൊടുത്തു. പക്ഷെ ആ വെള്ളം നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. കാര്യം നിന്റെ പൂർവ്വ നീ ചോദിച്ചത്. ദൈവം ഇത്രയെല്ലാം അത്ഭുതങ്ങൾ ചെയ്തിട്ട് നിനക്ക് ഇപ്പോഴും സംശയമാണ് എന്റെ ദൈവത്തെ, എന്റെ യേശുവിനെ. നീ അതുകൊണ്ടാ സംശയിച്ചത് കൊണ്ടാ നീ പറഞ്ഞത് ഈ മരുഭൂമി കൊണ്ട് ഞങ്ങളെ കൊല്ലാൻ കൊണ്ടിട്ടേക്കുവാണ്, പട്ടിണിക്കും വെള്ളമില്ലാതെ കിടക്കുന്ന അവസ്ഥ. ഇതേ ചോദ്യം നമ്മൾ ചോദിക്കാറുണ്ട് കർത്താവിന്റെ അടുത്ത് പലപ്പോഴും. ഞങ്ങൾ എല്ലാം വിട്ടിറങ്ങി വന്നു, ബന്ധുക്കളെ വിട്ടു, നാട്ടുകാരെ വിട്ടു, എല്ലാവരും വിട്ടു ഇറങ്ങി വന്നു. എന്റെ ദൈവം എന്തായിരിക്കും മറുപടി തരാത്തത്? ഈ ചോദ്യം പലപ്പോഴും നമ്മളെ ഉള്ളത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ ഭവനത്തിലുള്ളവർ പറയാറുണ്ട്, നീ എല്ലാം വിട്ടുപോയിട്ട് എന്തിയെ എന്ന് ചോദിക്കാറുണ്ട്. അവിടെ നമ്മളും ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. ഇന്ന് പകരം അങ്ങനെ ചിന്തകളെല്ലാം ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റിക്കോ. ഇന്ന് യേശുവിന്റെ അടുത്ത് വന്നാലേ എനിക്ക് പരിഹാരമുള്ളൂ. എന്റെ ഏത് വിഷയത്തിനകത്തും പരിഹാരം ലഭിക്കണമെങ്കിൽ എന്റെ യേശുവിന്റെ അടുത്ത് വന്നേ പറ്റത്തുള്ളൂ. എനിക്ക് മറുപടി കിട്ടണമെങ്കിൽ യേശുവിന്റെ അടുത്ത് വന്നതേ പറ്റത്തുള്ളൂ. പൂർണ്ണതയോട് ഒരു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ യേശുവിന്റെ അടുത്ത് വന്നേ പറ്റത്തുള്ളൂ. എന്റെ യേശുവിനെ മാത്രമേ എന്നെ അനുഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. എന്റെ യേശുവിനെ മാത്രമേ എന്റെ കുടുംബത്തെ മാനിക്കുവാൻ കഴിയത്തുള്ളൂ. എന്റെ യേശുവിനെ മാത്രമേ എന്റെ കുടുംബത്തെ ഉയർത്തുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് പകല് വിശ്വസിക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകല് ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക. നിന്നെ തന്നെ പൂർണ്ണമായി ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്, നിന്റെ കുറവുകളെ ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട്, അപ്പാ ഞാൻ കുറവുള്ളവനെ, ഞാൻ വീഴ്ചയുള്ളവനെ, തെറ്റ് ഞാൻ തന്നെ. ഇന്ന് ദൈവസഭ ഞാൻ ഏറ്റു പറയുക. മനുഷ്യന്റെ പെട്ടിലല്ല ഞാൻ ഏറ്റു പറയുന്നത്, സർവശക്തനായ ദൈവത്തിന്റെ സഭ ഏറ്റു പറയുക. ഇന്ന് പകൽ എന്റെ യേശു ചില മാറ്റങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് തരാം. ഇന്ന് പകല് ഞാൻ ഒരു കാര്യം ദൂത് പറയോ പ്രിയരെ, ഇത്രയും നാൾ നമ്മളങ്ങനെ അപേക്ഷിക്കുകയും യാചിക്കുകയും പരിപാടിയായിരുന്നു. ഇനി അതെല്ലാം അങ്ങോട്ട് മാറ്റി. എന്റെ മേൽ വസിക്കുന്നത് ക്രിസ്തുവാ. ആ അധികാരത്തോട് കൽപ്പിക്കുക. ഇവിടെ യേശുവിന്റെ നാമമേ ഉയരാവും, യേശുവിന്റെ നാമമേ ഉയരാവും, യേശുവിന്റെ നാമമേ ഉയരാവും. എന്റെ ഭവനത്തിനകത്ത്, എന്റെ ചലനത്തിനകത്ത്, എന്റെ പോക്കില് വരവില്, എന്റെ പ്രവൃത്തിയില് എല്ലാം യേശുവിന്റെ നാമമേ ഉയരാവും, യേശുവിന്റെ നാമമേ ഉയരാവും. മാനിക്കപ്പെടുന്നത് യേശുവ, ഉയർത്തപ്പെടുന്നത് യേശുവ, എന്നെ തെരഞ്ഞെടുത്ത യേശുവ, എന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ യേശുവ, എന്നെ തെരഞ്ഞെടുത്തത് യേശുവ. പെറ്റമ്മ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത യേശുവിനെ ഞാൻ ആരാധിക്കുന്നത്. ആ യേശുവിന്റെ നാമമേ എന്റെ കുടുംബത്തിനകത്ത്. കർത്താവിന്റെ നാമം ഉയരുന്ന ഭവനത്തിനകത്ത് ഒരു പിശാചിനും അധികം പറ്റത്തില്ല. ഒരു പ്ലാനും പദ്ധതിയും കൊണ്ട് വരാൻ പറ്റത്തില്ല, ജയിക്കാൻ പറ്റത്തില്ല. ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. ഞാൻ ബന്ധിക്കപ്പെട്ട് ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചൊറിച്ചിലുള്ള ഒരു വ്യക്തിയാണ്. ബന്ധിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ തീരുമാനിക്കണം എന്നെ ബന്ധിക്കണോ ഇല്ലയോ. ഞാൻ തീരുമാനിക്കാതെ എന്നെ ബന്ധിക്കാൻ പറ്റൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ബലവാന്റെ വീട്ടിൽ കള്ളം കയറി കരയണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? നിന്നു കൊടുക്കണം. സ്തോത്രം. അവൻ തകർക്കാൻ നിന്ന് അവൻ കള്ളം വരുന്നെന്ന് അറിഞ്ഞിട്ട് അവൻ ഒരുങ്ങി നിന്ന് കഴിഞ്ഞാൽ പറ്റുമോ? സ്തോത്രം. അവൻ നിന്നു കൊടുത്താലേ അവന്റെ വീട്ടിനകത്ത് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കയറാൻ പറ്റത്തുള്ളൂ. അവൻ അറിഞ്ഞിട്ട് അത് കയറാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ബന്ധിക്കപ്പെട്ടെന്ന് പറയാൻ പറ്റുമോ? ബന്ധിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നിന്നു കൊടുക്കണം. നമ്മളത് പറയൂ.
നമ്മളെ തെറ്റി നമ്മൾ പറയത്തില്ല, പറയൂ. സ്തോത്രം. സ്വയം നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം, നമ്മൾ തന്നെ ഏറ്റു പറയണം. ഇനി ആ അപേക്ഷയുടെ സഭയിൽ അങ്ങോട്ട് മാറി നമ്മൾ ഇത്രയും നാൾ അപേക്ഷിക്കുവാൻ, അയ്യോ കർത്താവ് തൊട്ട് കൊണ്ടുവരണേ, കർത്താവ് തൊടണേ, കർത്താവ് ഇന്നത് ചെയ്യണേ. അങ്ങനല്ല. കർത്താവ്, ഞാൻ എന്റെ മേൽ വസിക്കുന്നത് അങ്ങയുടെ ആലയമാണ്, ഞാൻ അങ്ങയുടെ ആലയമാണ്. ഈ മൺകൂടാരം എന്ന് പറയുന്നത് അങ്ങയുടെ ആലയമാണ്. എന്റെ മേൽ വസിക്കുന്ന അങ്ങ, ഞാൻ ക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, അതെനിക്ക് ചെയ്തു തരണം. കർത്താവ് അങ്ങനെ പറ, കർത്താവ് ചെയ്തു തരും. പക്ഷെ ഇത് പറയണമെങ്കിൽ എന്ത് വേണം? പറയണമെങ്കിൽ എന്ത് വേണം? അതാണ് പ്രശ്നം. അതുണ്ടാവും. സ്തോത്രം. അതില്ലാതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് കർത്താവിനെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കിട്ടാതിരിക്കുമ്പോ കർത്താവിനെ പഴി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? ആന്റിയുടെ റിസൾട്ട് എല്ലാം പോയല്ലോ. ഇതിനു മുമ്പ് ഇവിടെ സഭയ്ക്കകത്ത് ദൂത് പറഞ്ഞു, ആന്റിക്ക് ഒന്നുമില്ല, ആന്റി ഇനി എത്രയെല്ലാം ചെക്കപ്പ് ചെയ്താലും ഒന്നുമില്ല. സ്തോത്രം. ഇത് മാസങ്ങൾക്ക് മുമ്പേ ദൂത് പറഞ്ഞിട്ടുള്ളതാണ്, ഇല്ലയോ? കേട്ടില്ലയോ? ആ ദൂത് ഓർമ്മ വന്നില്ലയോ? സ്തോത്രം. പോയി ആദ്യം ഡോക്ടറെ കാണും, പ്രാർത്ഥിച്ചപ്പോ പൊട്ടിയതാ, പാർശ്വമെടുത്ത് മാറ്റിയതാ. ആദ്യമേ അസുഖം കാണത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ആദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ സംശയം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. പ്രാർത്ഥിച്ചപ്പോ അത് മാഞ്ഞുപോയി. അന്ന് നമ്മൾ തന്നിട്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല, ആ ദൂതിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല, ആ ദൂതിനെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ രുചിച്ചറിയുന്നില്ല. കാര്യം എന്തുവാ? നമ്മൾ ചെന്നു ഡോക്ടർ മെഡിക്കൽ ചെയ്ത് എന്റെ പ്രാർത്ഥന കേട്ട നമ്മൾ പറഞ്ഞത് അതുണ്ടായിരുന്നു, എന്റെ യേശു എടുത്ത് മാറ്റിയതാണ്. അതെന്നെ യേശു എടുത്ത് മാറ്റിയതാ. വിശ്വസിക്കുക. അതുണ്ടായിരുന്നു, സമ്മതിക്കുന്നു, അത് യേശു എടുത്ത് മാറ്റിയതാ. മധുരമാക്കുന്ന തേനെ പോലെ മധുരമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ ഇന്ന് പകലോട്ട് വെളുപ്പുറത്ത്. നടക്കുന്ന മീറ്റിംഗ് എല്ലാം വിടുതലിന്റെ മീറ്റിംഗ്, ഇനിയുള്ളതെല്ലാം വിടുതലിന്റെ മീറ്റിംഗ്. ആ സമയമായി കഴിഞ്ഞു. ഇനി എന്നോട് പറയുന്ന അപേക്ഷിക്കുന്ന പരിപാടി നിർത്തിക്കോ, ആജ്ഞാപിച്ചോ. ദൈവജനത്തിനകത്തും സഭയ്ക്കകത്തും ദൈവത്തിന്റെ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുക, ദൈവത്തിന്റെ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുക. വെല്ലുവിളികൾ ഉണ്ട്, അവ തകർക്കുമെന്ന് വാദിക്കുന്ന വെല്ലുവിളികൾ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ കൊണ്ട് അഭിഷേകത്തിന്റെ കണ്ണുനീര് കർത്താവിന് സന്നിധിയില്ല. കരയേണ്ടത്, യാചിക്കേണ്ടത് കർത്താവിനോടാ. ഇന്ന് പകൽ ഉടയേണ്ടത് കർത്താവിനോടാ. കഴിഞ്ഞ ദിവസം ഞാനൊരു സാക്ഷ്യം കേട്ടു. സ്വതം അഭിജിത്ത് വിളിച്ചപ്പം അഭിജിത്ത് പറഞ്ഞതാ, സ്വതം പുതിയ ജോലിക്ക് കയറിയതിന്റെ സന്തോഷം പറഞ്ഞതാ. ചെറുപ്പക്കാരൻ പയ്യന്, കൊച്ചു പയ്യൻ. സ്വതം കഴിഞ്ഞ വർഷം ജോലിക്ക് ചെന്നപ്പോ കഷ്ടപ്പാട്,
പ്രശ്നങ്ങളായിരുന്നു. സ്തോത്രം, ശാരീരിക രോഗങ്ങളെ, പ്രയാസങ്ങളെ, എങ്കിലും അത് പിടിച്ചു നിന്ന് കർത്താവ് ഉടനെ തന്നെ കണ്ണുനീര് കണ്ട് അടുത്ത വഴി തുറന്നു കൊടുത്തു. എന്നോട് പറഞ്ഞു, സ്തോത്രം, ഈ എറണാകുളം എല്ലാം എല്ലാവരും ചോദിച്ചു, എറണാകുളത്ത് പോയിട്ട് എല്ലാം കണ്ടോ, എല്ലായിടത്തും പോയോ എന്നെല്ലാം ചോദിച്ചു. പറഞ്ഞു, പൈസ ഇല്ല എൻ്റെ കയ്യിൽ പോവാൻ, അതുകൊണ്ട് ഞാൻ ഇതില്ല, എങ്ങും പോയില്ല, ചെലവായതുകൊണ്ട് ഞാൻ എങ്ങും പോയില്ല. പക്ഷേ ഇന്നിപ്പോ എറണാകുളത്തിന്റെ ഏത് മൂല വെച്ചാലും അറിയാം. കാര്യം എന്തുവാ, ഇപ്പൊ ഫ്രീ ആയിട്ടാ പോകുന്നത്. മെട്രോയ്ക്കകത്ത് എല്ലാവരും കാശ് കൊടുത്ത് പോകുമ്പോൾ ഇത് ഫ്രീ ആയിട്ട് പോകും. പാസ് കിട്ടി, ജോലി സ്ഥലത്തൊന്ന് പാസ് കിട്ടി, മെട്രോയിൽ എപ്പം വേണമെങ്കിലും സഞ്ചരിക്കാം. എന്നോട് പറയാം, ഇപ്പൊ ഞാൻ എവിടെ പോകണമെങ്കിലും അതിലാ പോകുന്നത്. ഇപ്പൊ മൊത്തം ഞാൻ പഠിച്ചത്. ഞാൻ ഓർക്കും, ആദ്യമേ സഹിച്ചപ്പോ അതിനകത്തൊന്നും ഭാരപ്പെടാതെ സഹിച്ചു കഴിഞ്ഞപ്പോ ഇന്നിപ്പോ നല്ല ആഹാരം കിട്ടുന്ന സ്ഥലം വരെയായി. ആഹാരം കിട്ടുന്ന സ്ഥലമായി, നല്ല ആഹാരമായി, ജോലിയായി. ജോലി ഇപ്പൊ അധികം ഭാരമുള്ള ജോലിയല്ല, ഫ്രീ ആയി. സ്തോത്രം. ഇങ്ങനെ മെട്രോയ്ക്കകത്ത് ഇങ്ങനെ കറങ്ങി നടക്കും. പ്രൈസ്. കഷ്ടപ്പെട്ടപ്പോ ആര് പ്രതിഫലം കൊടുത്തു? ദൈവം പ്രതിഫലം കൊടുത്തു. അയ്യോ, ഇതെനിക്ക് കഷ്ടമാ, ഇത് ഞാൻ കളഞ്ഞിട്ട് വരാന്ന് പറഞ്ഞൊന്നും വന്നോ? വന്നോ? അമ്മയപ്പന്റെ അടുത്ത് പോയി നല്ല ഫുഡെല്ലാം കഴിച്ച് വളരെ ഒറ്റ സുപ്രഭാതത്തിനകത്ത് പോയതാ. സ്തോത്രം. എന്ത് ചെയ്തു? ഇടയ്ക്കിടയ്ക്ക് വേദനയാ രോഗമാന്നെല്ലാം പറഞ്ഞ് വീട്ടിൽ വരും, ചാപ്പാടടിക്കും, ഒന്ന് ബലപ്പെടും, പിന്നെയും പോകും. സ്തോത്രം. പക്ഷേ വിടാതെ പിടിച്ച് നിന്നു. അതുകൊണ്ട് എന്ത് പറ്റി? ആ പ്രായത്തിലെല്ലാം ജോലിക്ക് കയറുന്ന പിള്ളേർ ചുരുക്കമാണ്, അല്ലേ? ആ പ്രായത്തിലെല്ലാം പഠിച്ചു കഴിഞ്ഞ ജോലിക്ക് കയറിയ ചുരുക്കോ. ദൈവം ചെയ്യുന്ന നന്മകളാണ്. ദൈവം ചെയ്യുന്ന നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞാൽ തീരുമോ? നന്ദി പറഞ്ഞാൽ തീരുമോ? സ്തോത്രം. ഇപ്പൊ എറണാകുളത്ത് എവിടെ ചോദിച്ചാലും അറിയാം. ഞാൻ എവിടെ എല്ലാം അറിയാം, എല്ലാം പഠിച്ച്. കാര്യം എന്തുവാ? അന്ന് പൈസ ഇല്ല, ഇന്ന് ഫ്രീ ആയിട്ട് പോകാനുള്ള അവസരം ആരൊരുക്കി കൊടുക്കുക? ദൈവമക്കളെ, നമ്മളെ ഓരോ ആഗ്രഹത്തെ ആര് കാണും? കർത്താവ്. ഇന്ന് പകലോർത്ത് നമ്മളെ ഓരോ ആഗ്രഹവും കർത്താവിന്റെ സന്നിധി കർത്താവിന് പ്രാധാന്യമാണ്. നമുക്ക് പ്രാധാന്യം അല്ലെങ്കിൽ പോലും ആർക്ക് പ്രാധാന്യമാണ്? കർത്താവിന് പ്രാധാന്യം. വെള്ളം ചോദിച്ചു, വെള്ളം കൊടുത്തു. ഇന്ന് ഇതേപോലെ ചില വിഷയത്തിന് മറുപടി ചോദിക്കുന്നുണ്ട്, നമുക്ക് മറുപടി കിട്ടുന്നുണ്ട്. പക്ഷേ ആ മറുപടിക്കകത്തൊരു കയ്പാണ്. ആ മറുപടിക്കകത്തും ഒരു കയ്പ. തങ്കമനുഷ്യൻ എന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പറഞ്ഞത്, പൂർണ്ണമായ എനിക്കൊരു വിടുതൽ വേണം, എനിക്ക് മരുന്നൊന്നും വേണ്ട, എനിക്ക്. അതാ ചോദ്യം. അതാണ് ദൈവത്തോട് യാചിക്കുന്നത്. എന്തുവാ? എനിക്ക് പൂർണ്ണമായ വിടുതൽ, അല്പമൊന്നും പോരാ. അത് അനുഭവിച്ചങ്ങ് മടുത്ത്, ആ രോഗത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ച് മടുത്തു. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഉച്ച മുതൽ എന്തോ ഉരിഞ്ഞു മാറുന്നത് പോലെ, ശരീരത്തിൽ നിന്ന് ഉരിച്ചു മാറുന്നത് പോലെ ചിലതെല്ലാം അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. ആ രോഗബന്ധനം ഇന്ന് പകൽ അഴിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവിന്റെ സൗഖ്യം ഇന്ന് പകൽ കൈമാറിക്കൊണ്ടിരിക്കുക. വിശ്വസിക്ക്, ആ ദൈവത്തിന്റെ അത്ഭുത ഹീലിംഗ് ആ ശരീരത്തിനകത്ത് വെളിപ്പെടട്ടെ. എന്തോ എന്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറുക. എന്റെ കർത്താവിന്റെ ശരീരത്തെ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ സൗഖ്യം ഈ ശരീരത്തിൽ വെളിപ്പെടാതെ പൂർണ്ണ ആരോഗ്യത്തോടെ, പൂർണ്ണ സൗഖ്യത്തോടെ, അത്ഭുതത്തോടെ പുറത്തു വരട്ടെ. എന്റെ ശരീരത്തിന്റെ തുണി അടിച്ചു കളയുന്നത് പോലെ എന്തോ എന്റെ ശരീരത്തിൽ അഴിഞ്ഞു മാറി ഞാൻ ഫ്രീ ആയി. ആ രോഗബന്ധനം ഇന്ന് പകൽ അഴിഞ്ഞിരിക്കുക. യേശു തോറ്റിരിക്കുക. ദൈവത്തിന്റെ ഹീലിംഗ് നടക്കുന്ന വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വം കാണാം, അനുഭവിക്കാൻ പറ്റും. പക്ഷെ വിടുതലുണ്ട്, പക്ഷേ അത്ഭുതം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ആ പറച്ചിലെല്ലാം ഭയങ്കര ഒരു വേദനയോടാ പറയുന്നത്. സന്തോഷം ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് സന്തോഷപ്പെടാൻ പറ്റുന്നില്ല. കാര്യം എന്താ ദൈവമക്കളെ? എന്തുവാ? നമ്മളെ പുറുപുറുപ്പും നമ്മുടെ വിശ്വാസ കുറവുമാണ് പലതിനും നമുക്ക് കയ്പിന്റെ അവസ്ഥ വരുന്നത്. അടുത്ത നില വിളിച്ചമാർ വെള്ളം തന്നതാ കയ്പാണ്. കർത്താവിന് വെള്ളം തന്നപ്പോ അത് മധുരമാക്കി തരാൻ അറിയാം. കർത്താവ് പിന്നെ അവനെ കൊണ്ട് എന്ത് ചെയ്തു?
ബന്ധപ്പെടുത്തി മേളിൽ കയറിയ വിഷത്തിന്റെ വല, ആ വിഷം എന്തോ തേന്റെ രുചിയല്ലോ. അവന്മാർക്ക് കാണിച്ചു കൊടുക്കുക നിസ്സാര കാര്യമാണ്. ദൈവം ഒരു അത്ഭുതം ചെയ്യും. എന്ത് പറയുക, കയ്പുള്ള വെള്ളത്തിലേക്ക് നിങ്ങളെ ഫ്രണ്ടിൽ കാണുന്ന വിഷത്തെ വെട്ടി അതിന്റെ കമ്പ വെള്ളത്തിനകത്ത് ഇട്ടാണ്. പൊട്ടത്തരം മോട്ടെ നമുക്ക് തോന്നും, അല്ലയോ? ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരുവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതിന് അപ്പുറമാണ് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ. വെട്ടി ഇട്ടു കുടിച്ചപ്പോ ഭയങ്കര മധുരം. കമ്പിനെന്തോ തേന്റെ വല്ല മധുരമുണ്ടോ? കമ്പ് വല്ലതും തേനിലാൽ സൃഷ്ടിക്കപ്പെട്ടതാണോ? കർത്താവ് ഓരോന്ന് ചെയ്യിപ്പിച്ചതാ കൊടുത്തേ. എനിക്ക് ദൈവത്തെ സ്തുതിക്കും. ഞാൻ പറയുക, ഇപ്പം 10ാം ക്ലാസ് പരീക്ഷ എഴുതി, ജസ്റ്റ് പാസ് ആവുന്ന രീതിയിലാണ് പഠിച്ചത്. എന്നിട്ട് ഫുൾ A+ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉണ്ടോ? പാസ്സായത് ഏറ്റവും വലിയ കാര്യമാണ്, ഏറ്റവും വലിയ കാര്യം. അവർക്ക് തന്നെ അറിയാം, പഠിച്ചവർക്ക് തന്നെ അറിയാം. എന്നിട്ട് പറയാം ഫുൾ A+ വേണമെന്ന് പറഞ്ഞ് മാർക്കെല്ലാം കിട്ടി കഴിയുമ്പോഴേ റിസൾട്ട് വന്നിട്ട് മാർക്ക് കിട്ടിയത് മാർക്ക് ലിസ്റ്റ് വന്നപ്പോ എല്ലാവർക്കും A+ ആണെന്ന് കേട്ടപ്പോ നമുക്ക് A+ വേണമെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ അതേപോലെ വർക്ക് ചെയ്തായിരുന്നെങ്കിൽ ആ എല്ലാവർക്കും കിട്ടിയ പോലെ ആർക്ക് കിട്ടിയനെ? ആർക്ക് കിട്ടിയനെ? നമുക്ക് കിട്ടിയനെ, നമുക്ക് മുട്ടിയനെ. സ്തോത്രം. ഞങ്ങള് എന്റെ സ്തോത്രം 2 മക്കൾക്കും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴും ഞാൻ സന്തോഷിച്ചേ ഉള്ളൂ, അവരുടെ റിസൾട്ടിനെ സന്തോഷിച്ചേ ഉള്ളൂ. ഒന്ന് സ്തോത്രം, ഞാൻ അവരെ സ്പെഷ്യലായിട്ട് അവർക്ക് അങ്ങനെ ഒരു സ്പെഷ്യൽ ക്ലാസ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കെയർ ഒന്നും അവർക്ക് ചെയ്തിട്ടില്ല. സാധാ നോർമലായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്തു കൊടുത്തിട്ടുള്ളൂ. ഈ അവസാന പരീക്ഷ 10ാം ക്ലാസ് ആയപ്പോ ഒരു സാധാ ട്യൂഷൻ തന്നെ, സാധാ ട്യൂഷൻ അല്ല, സ്പെഷ്യലായിട്ട് ട്യൂഷൻ ഇല്ല. പക്ഷേ അവിടെ ദൈവം മാനിച്ചു, ഇല്ലയോ? റിസൾട്ട് വന്നപ്പോ നല്ല റിസൾട്ട് ആക്കി. അതിനകത്ത് കർത്താവ് ചെയ്തതിനെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുക. കാര്യം എന്തോ, 1 രൂപ പോലും കൊടുക്കാതെ അഡ്മിഷൻ ലഭിക്കും. അത് ദൈവം കൊടുത്തു. അത് പറയുന്ന സ്കൂളിനകത്ത്, ചിന്തിക്കുന്ന സ്കൂളിനകത്ത് ദൈവം തന്നു. അതുപോലെ എന്ന് പറഞ്ഞാൽ മാർക്ക് കുറഞ്ഞതല്ല, സ്തോത്രം, നല്ല A+ ദൈവം കൊടുത്തത്. നല്ല A+ കൊടുത്തത് 2 പേർക്കും. ഇനി അടുത്തൊരാളോടുണ്ട്, അടുത്തൊരാളോടുണ്ട് പാർച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം, സ്തോത്രം. ഇവർക്കെല്ലാം ട്യൂഷൻ വേണമെന്ന് ഇവരൊന്നും പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾക്ക് ഇന്ന രീതി വേണമെന്ന് പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഇവർക്ക് കിട്ടിയതെല്ലാം ബോണസ്. ആരനുഗ്രഹിച്ച? കർത്താവ് അനുഗ്രഹിച്ചത്, കർത്താവ് അനുഗ്രഹിച്ചത്. ഞാൻ ചിലപ്പോ ഇന്നത്തെ വിദ്യാഭ്യാസ രീതിയെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ ഞാൻ ഓർത്തിട്ടുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെ എനിക്കൂടെ ഒന്ന് കെയർ ചെയ്യേണ്ട ചുമതല ഉണ്ടായിരുന്നു ചില കാര്യത്തിനകത്ത്. ചില പാസ്റ്റർമാര്, ദേവദാസന്മാര് മക്കളെ വളർത്തിയ പോലെ തന്നെ എനിക്കൂടെ അവരെ ഒന്ന് കെയർ ചെയ്യണം. ഭാവിയിൽ അത് ഒരുപാട് പ്രയോജനം. പിന്നെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോ ദൈവം എന്നോട് പറയും, എടാ, ബുദ്ധി കൊടുക്കേണ്ടതും എല്ലാം ആരാ? ആര് കെയർ ചെയ്താലും ഏത് ഭാഷയും കൈകാര്യം ചെയ്യാനുള്ള കൃപ നിന്റെ കുഞ്ഞുങ്ങൾക്ക് 3 പേർക്കും ഉണ്ട്. സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും, പുറത്തിറക്കാം. ഇപ്പൊ ചിലപ്പോ ഭാരം കാണും, പ്രയാസം കാണും. ഇപ്പം സ്തോത്രം ക്രിസ്റ്റി പറയാറുണ്ട്, ഗ്രീക്ക് സ്തോത്രം പഠിക്കാൻ പാടാ, അത് അങ്ങോട്ട് തലയിൽ വരുന്നില്ല. കർത്താവ്, ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ അവന്റെ തലയ്ക്കകത്ത് വരണം. കാര്യം എന്തുവാ? അവന്റെ യൗവന പ്രായം ദൈവത്തിന് വേണ്ടി കൊടുത്തതാ. അവൻ പുറത്തു വന്നേ പറ്റൂ, പുറത്തു വന്നേ പറ്റൂ. ഞാൻ കുറെ കാര്യത്തിനകത്തൊന്നും അവനെ പിടിക്കാറില്ല, ഫ്രീ ആയിട്ട് വിടും. പക്ഷെ അവൻ എവിടെ പോകുന്ന എനിക്കറിയാം, അവസാനം എവിടെ പോയി നിൽക്കുമെന്ന് എനിക്കറിയാം. അങ്ങോട്ട് ഫ്രീ ആയിട്ട് വിട്ടേക്കുന്ന കാര്യം എന്തുവാ? അവൻ ഇറങ്ങിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? അത് എനിക്കറിയാം. അവനറിയത്തില്ലെങ്കിലും അവനറിയാമോ അറിയത്തില്ലയോ, അതിനകത്ത് കൂടുതലായിട്ട് എനിക്കറിയാം അവൻ എന്തോത്തിലാ ഇറങ്ങിയേക്കുന്നത്. അവൻ വരും. ഗ്രീക്ക് എന്നോട് ദൈവം പറയണം, ഞാനൊരു സമയം അവനെ അങ്ങ് തുറക്കും, അവന് വേണ്ട കൊടുത്തോളൂ. നീ അതിനെപ്പറ്റി എന്ത് ചെയ്യണ്ട, ഭാരപ്പെടണ്ട. നീ 3 കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് ദൈവത്തിന് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ഉപയോഗിച്ചോളാം അവനെ. സ്തോത്രം. ദൈവത്തെ അപ്പോഴേ നമ്മളെ ഭാരം മാറി, ക്ഷീണം, പ്രയാസം മാറി. കാര്യം എന്തുവാ? ദൈവത്തിന് പദ്ധതിയുണ്ട്, ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇന്ന് പ്രിയ മക്കളെ, കർത്താവിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. പുറത്തപ്പോൾ കർത്താവോട് കയ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, കയ്പ് കുടിച്ചിട്ട് നിലവിളിച്ചപ്പോൾ അവൻ മധുരമാക്കുവാൻ ദൈവത്തിന് അറിയാമെങ്കിൽ, ഇന്ന് പകൽ പ്രിയ ദൈവമക്കളെ, എന്റെ ഓരോ പ്രാർത്ഥനകളും, ഞാൻ ദൈവത്തോട് കഴിപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകളും, ഞാൻ ഒഴുക്കുന്ന ഓരോ കണ്ണുനീരുകളും, ഓരോ നിന്ന വാക്കുകളും, ഓരോ പരിഹാസ വാക്കുകളും, ഓരോ മുൻവിധി വാക്കുകളും, ദേശത്തിനകത്തും ഭവനത്തിനകത്തും ബന്ധുമിത്രാദികളുടെ മധ്യയിൽ എന്റെ പോക്കിലും വരവിലും എല്ലാം
സ്വർഗം കണ്ടിരിക്കുക. എന്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. എന്റെ യേശു എനിക്ക് വേണ്ടി മറുപടി തരാൻ പോവുക. യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുക. പ്രിയ ദൈവമേ, വിശ്വസിക്ക്, ഏറ്റെടുക്ക്. ദൈവത്തിന് വേണ്ടി ഇറങ്ങിയത് ലാഭമെന്ന് വിളിച്ചു പറ. എനിക്ക് എന്റെ യേശുവിനെ അറിഞ്ഞിറങ്ങിയത് എനിക്ക് ലാഭമാ. എനിക്ക് എന്റെ യേശുവിനെ അറിഞ്ഞു പറഞ്ഞത് എനിക്ക് ലാഭമാ. എന്റെ എല്ലാത്തിനും അപ്പുറം എന്റെ യേശുവാ. യേശുവിനെ അറിഞ്ഞതായ ലാഭം, എന്റെ യേശുവിന് വേണ്ടി നിൽക്കുന്നതായ ലാഭം, എനിക്ക് എന്റെ യേശുവിന് വേണ്ടി ജീവിക്കുന്നതിന്റെ ലാഭം. ഇന്ന് പ്രിയ ദൈവത്തിലെ അപ്രകാരമുള്ള തീരുമാനത്തോടെ ഉറച്ചു നിന്ന് പുറത്തു വാ. ഇന്ന് നിനക്കെല്ലാം ലാഭമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കി തരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടങ്ങളെ കട്ടങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവർത്തികൾ ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നീ ചെയ്യാത്ത കുറ്റം നിന്റെ മേൽ ചുമത്തിയിട്ടുണ്ടോ? അവയാൽ നീ അങ്ങനത്തെ പണി കേൾക്കുന്നുണ്ടോ? സന്തോഷിക്ക്. നീ ആർക്ക് വേണ്ടിയാ? യേശുക്രിസ്തു വേണ്ടിയാ കേൾക്കുന്നത് എങ്കിൽ ദൈവം നിന്നെ മാനിക്കാൻ പോവുക. ശത്രുക്കൾക്ക് മേശ ഒരുക്കുന്ന സ്വർഗത്തിന്റെ ദൈവം നിന്റെ കുടുംബത്തെ തലമുറയെ ദൈവം അനുഗ്രഹിച്ച് പുറത്തു കൊണ്ടുവരാൻ പോവുക. ഈ ശ്വസിക്കുന്നെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം കാണാം. വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് വരട്ടെ, അത്ഭുതത്തിലേക്ക് വരട്ടെ, അനുഗ്രഹത്തിലേക്ക് വരട്ടെ, അനുഗ്രഹത്തിലേക്ക് വരട്ടെ, ആ ദൈവത്തിന്റെ ആലോചനയിലേക്ക് വരട്ടെ, ദൈവത്തിന്റെ ദൂതിലേക്ക് വരട്ടെ, ബലപ്പെടുത്തട്ടെ. അതെ, എല്ലാം വിട്ട് ഇറങ്ങിയിട്ട് കർത്താവേ എന്താ പ്രതിഫലം? സ്തോത്രം. വായിക്കാം. മത്തായി സുവിശേഷം 19 അധ്യായത്തിന്റെ 23 വാക്യം മുതൽ ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 19:23. 19:23. സ്തോത്രം. യേശു തന്റെ ശിഷ്യന്മാരോട് പറയുക, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം തന്നെ എന്ന് പറയാൻ. സ്വർഗരാജ്യത്തിൽ ധനവാൻ കടക്കാതിരിക്കുമെന്നല്ല, ഏറ്റവും വലിയ ധനവാനായിരുന്നു യേശു. ദൈവത്തെ കണ്ടു, ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച് ചാർച്ചക്കാരെ, ബന്ധുക്കളെ, സ്വന്തം ബന്ധാത്രികളെ എല്ലാം വിട്ട്, സ്വന്തം ദേശം വിട്ട്, ഭവനം വിട്ട്, കർത്താവ് പറഞ്ഞത് അനുസരിച്ച് അമികാലെ വലിയ നന്മകളും സന്തോഷങ്ങളും അനുഗ്രഹവും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതെല്ലാം വിട്ട് ഞാൻ പറയുന്ന ദേശത്തേക്ക് പോവാൻ പറഞ്ഞപ്പോൾ ഒരു മടി പോലും കൂടാതെ ഇറങ്ങി വന്ന അബ്രഹാം പിതാവ് എന്ന് പറയുന്ന നമ്മുടെ പിതാക്കന്മാരിൽ പിതാവായ അബ്രഹാം പിതാവ് ധനവാനായിരുന്നു എന്ന് പറഞ്ഞ് അബ്രഹാം പിതാവ് ദൈവമായിട്ടകന്നു. അബ്രഹാം പിതാവിന് ധനം കൊടുക്കുമെന്ന് പറയുമ്പോഴും, ഉയർച്ച കൊടുക്കുമെന്ന് പറയുമ്പോഴും, നന്മ കൊടുക്കുമെന്ന് പറയുമ്പോഴും അതിന്റെ പിന്നാലെ അല്ല ദൈവത്തെ സ്തുതിക്കുന്നത്. അതിനപ്പുറത്തായി ദൈവമായിട്ട് സംസാരിക്കുന്നതിന്, ദൈവത്തിന്റെ പൈതൽ എന്നറിയപ്പെടുന്നതിന്, ദൈവത്തിന്റെ പൈതലാണെന്നുള്ള ബോധ്യം നിൽക്കുന്നതാണ് ആര് സന്തോഷിച്ചത്? അബ്രഹാം പിതാവ് സന്തോഷിച്ചത്, അല്ലാതെ പണത്തോടല്ല. ഞാൻ ഇന്ന് ഒരു കാര്യം ഞാൻ പറയാൻ ദൈവമക്കളെ, സ്തോത്രം. കർത്താവിനെ അറിയുന്ന ദൈവമക്കൾ ഒന്നിനോടും അവർക്ക് എന്ത് ചെയ്യത്തില്ല, ലോകപരമായ ഒന്നിനോടും അത്യാഗ്രഹം ഉണ്ടാവത്തില്ല. അവർ സിമ്പിൾ ആവാനേ നോക്കത്തുള്ളൂ. എപ്പോഴും എന്ത് ചെയ്യത്തുള്ളൂ? സിമ്പിൾ ആവാനേ നോക്കത്തുള്ളൂ. ഇന്ന് വിശ്വാസ കോണത്തിനകത്ത് പല സഭയുടെയും പല ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ, ദൈവം അർഹതപ്പെടാത്തത് കൊടുത്തു കഴിഞ്ഞപ്പോൾ പലപ്പോഴും അവരുടെ പോക്ക് ആരെ മറന്ന? കർത്താവിനെ മറന്ന പോക്കും. ഇന്ന് പകരം മനസ്സിലാക്കിക്കോണം, കർത്താവിനെ മറന്ന പോയിക്കൊണ്ടിരിക്കണം. ഒന്നുമില്ലാതിരുന്നപ്പോ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, വലിയ രീതിയിൽ സഭ കൊടുത്തു. ഇന്ന് പലർക്കും ആ സഭയല്ല, അതിനും അപ്പുറത്തെ വേറെ കാര്യത്തിനാ. കൊടുത്തെടുത്ത് വിശ്വസ്തത പാലിക്കുന്നില്ല. ദൈവം എപ്പോഴും നമ്മളെ കുറിച്ച് എന്തോ ആഗ്രഹിക്കുന്നത്? കൊടുത്ത കാര്യത്തിനകത്ത്, ഏൽപ്പിച്ച കാര്യത്തിനകത്ത് വിശ്വസ്തയോട് നിൽക്കുന്നവരെയാണ് ആർക്ക് വേണ്ടത്? ദൈവത്തിന് വേണ്ടത്. അല്ലാതെ ദൈവം അല്ലാതെ ഞാൻ കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇറങ്ങി, സ്തോത്രം, എനിക്ക് അത്യാഗ്രഹം കൂടിക്കഴിഞ്ഞാൽ കർത്താവ് ഒന്ന് മാറി, പിന്നെ ആര് കയറും? പിശാചി കയറും. പിശാചി ഒരു
നമ്മുടെ ഒരു മൈനസ് നോക്കിയിരിക്കോ കയറാൻ, മൈനസ് നോക്കിയിരിക്കോ കയറാൻ. പിശാച് കേറും. ഞാൻ എന്തോ ആഗ്രഹിക്കുന്നത് വാരിക്കൂടി എന്ത്. അപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? ഞാൻ എവിടെ നിൽക്കുന്നത്? ദൈവസന്നിധിയില്ല, ദൈവസന്നിധിയില്ല, ദൈവസന്നിധിയില്ല. അത് തിരിച്ചറിയണം. അത് ഇന്ന് പകരം ഞാൻ അതിന്റെ ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, ദൈവസന്നിധിയിൽ ഞാൻ അറിയപ്പെടുന്നത്, ദൈവസന്നിധിയില എല്ലാം ചെയ്യുന്നത്. പക്ഷേ ഞാനങ്ങ് അനുഗ്രഹപ്പെട്ടോണ്ടിരിക്കുക. ദൈവം ഇതേപോലെ നമ്മളെ അനുഗ്രഹിക്കും. പിശാചല്ല, ദൈവം ഇതേപോലെ സമ്പത്ത് തരും, അധികാരം തരും, പേര് തരും, പുകഴ്ച തരും. പക്ഷെ ദൈവം നമുക്ക് തരുന്നതാണോ പിശാച് നമുക്ക് തരുന്നതാണോ തിരിച്ചറിയാൻ പറ്റും. ഒന്നുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ അതുകൊണ്ട് ദൈവത്തെ അറിഞ്ഞപ്പോ അനുഗ്രഹപ്പെട്ടു. ഇത് ദൈവമാണോ തന്നെ പിശാചാണോ തന്നെ നമ്മൾ അറിയണ്ടേ? അറിയാൻ പറ്റും. എങ്ങനെ അറിയാൻ പറ്റും? ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ഉയർച്ച തന്നാലും, എന്ത് പുകഴ്ച തന്നാലും, സമ്പത്ത് തന്നാലും ഒരിക്കലും ഇതിന് അടിമയാവത്തില്ല. ഇതിനകത്ത് ഒരു അത്യാഗ്രഹം കാണത്തില്ല. ഇതിന്റെ പേര് വെച്ച് അഹങ്കരിക്കത്തില്ല. എപ്പോഴും നീ കൊടുക്കുന്നതനുസരിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കും. നിന്നെ ഉയർത്തുന്നതനുസരിച്ച് നിന്നെ തന്നെ താഴ്ത്തിക്കോളും. നിന്നെ താഴ്ത്തുന്നതനുസരിച്ച് ഞാൻ ഉയർത്തിക്കൊള്ളും. ആരാ പറയുന്നത്? കർത്താവായ യേശുവനെ പറയുന്നത്. അപ്പൊ ആര് തന്നതാ? പക്ഷേ നേരെ തിരിച്ച് ഈ ഉയർച്ചകളും നന്മകളും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, അത്യാഗ്രഹം കൂടുമ്പോൾ ചിന്തിച്ചോണം, ആര് തരുന്നത്? ഇതാണ് ഇന്നത്തെ ഭൂരിപക്ഷം ദൈവദാസന്മാരും തിരിച്ചറിയാൻ പറ്റാത്തത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ KP യോഹന്നാൻ. താറാവിനെ വളർത്തിക്കൊണ്ടിരുന്ന ആളാണ്. നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യൻ. ഇത്രയും കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനെ ഞാൻ ഈ കാലത്ത്, അല്ലെങ്കിൽ എന്റെ ഈ തലമുറയ്ക്കകത്ത് ഞാൻ കണ്ടിട്ടില്ല. കാര്യം എന്റെ തലമുറയുടെ സീനിയറാ പുള്ളി. ഞാൻ ജനിച്ചപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണാൻ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അദ്ദേഹം എനിക്കൊരു ഉദാഹരണമായത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാര്യം ഞാൻ അദ്ദേഹത്തെ നല്ലൊരു ശ്രേഷ്ഠനായിട്ടാണ് കണ്ടിട്ടുള്ളത്. അവസാനം പിശാചായെങ്കിൽ പോലും പുള്ളിയുടെ ആരംഭം വല്ലാത്ത ആരംഭമായിരുന്നു. അദ്ദേഹം കയറി വന്നതുകൊണ്ട് ഇന്ന് എനിക്ക് തന്നെ പലതിനകത്തും ഒരു സാക്ഷ്യമാണ്. കാര്യം എന്തുവാ? എനിക്ക് തന്നെ പല കാര്യത്തിനകത്ത് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടും. അദ്ദേഹത്തെ ചിന്തിക്കും. എനിക്ക് ഭയങ്കര ഒരു പാഠപുസ്തകമാണ് പുള്ളിക്കാരൻ. ഒന്നുമില്ല, താറാവിനെ വളർത്തിക്കൊണ്ടിരുന്ന ആളിനെ ദൈവവചനം എടുത്ത് ദേശത്തിനകത്ത് ഉയർത്തി ക്രിസ്തുവിനെ ഉയർത്താൻ തുടങ്ങിയപ്പോൾ ദൈവം മാനിക്കാൻ തുടങ്ങി. ദൈവം മാനിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. സ്തോത്രം. എനിക്കൊന്നൊരു 10-15-20 കൊല്ലത്തിനകത്ത് കൊട്ടാരക്കര വന്നായിരുന്നു. ഈ ബോയ്സ് എക്സ്പ്ലോറിൽ പ്രസംഗിക്കാൻ വന്നായിരുന്നു. പുള്ളി വന്നത് ഒറ്റ മുണ്ട്, ഒരു മുണ്ടും. അന്ന് പുള്ളിയുടെ ആത്മീയാത്ര എന്ന് പറയുന്നത് വലിയ ഫേമസ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഒറ്റ മുണ്ട്, ഉടുപ്പും, ഒരു ഹാഫ് കൈ ഷർട്ട് ഇട്ടുകൊണ്ടാ പുള്ളിക്കാരൻ വരുന്നത്. കുട്ടി താടിയെല്ലാം വെച്ചുകൊണ്ടാ പുള്ളിക്കാരൻ വന്ന് നിൽക്കുന്നത്. ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, ഈ KP യോഹന്നാൻ എന്ന് പറയുന്നത് ഫ്രണ്ടിക്കുക. അമ്മച്ചി ഫ്രണ്ടിക്കുക. ഞാൻ എന്നാ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് KP യോഹന്നാൻ എന്ന് പറയുന്നത്, ഇത് ഏതാ ഈ മുതൽ ഒന്ന് കാണട്ടെ, അതിനുവേണ്ടി ഞാൻ ഈ പാടുപെട്ട് വന്നത്. ഞാൻ വേറെ ഒന്നുമല്ല വന്നത്, ഇയാൾ എനിക്കൊന്ന് കാണണം. കാര്യം അത്രയ്ക്ക് സുവിശേഷം അറിയിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? KP യോഹന്നാൻ. അത്രയ്ക്ക് അറിയിക്കുന്ന വ്യക്തിയാണ് KP യോഹന്നാൻ. അത്രയ്ക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇന്ത്യക്കകത്ത് സുവിശേഷം അറിയിച്ച ഒരു വ്യക്തിയാണ്. കാട്ടിക്കിടക്കുന്നവരെ പോലും, കാട്ടുവാസി പോലും മാനസാന്തരപ്പെട്ട് വന്നിട്ടുണ്ട് പുള്ളിയുടെ റേഡിയോ പ്രോഗ്രാം. അത്രയ്ക്ക് മദ്യപാനത്തിന് അനേകം മദ്യപാനം വിട്ട് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് അവൻ ദൈവം ഉപയോഗിച്ചൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തെ ഉയർത്തുന്നതനുസരിച്ച് ഇദ്ദേഹം വെറും സിമ്പിൾ ആയിക്കൊണ്ടിരിക്കുക. ഇദ്ദേഹം വലിയ സമ്പത്തുള്ള കുടുംബത്തിലൊന്നും ജനിച്ചൊന്നുമല്ല. സാധാരണപ്പെട്ട കുടുംബത്തിനകത്ത് ഒരു സാധാരണപ്പെട്ടവനായിട്ട് ജനിച്ചത്. യേശുവിനെ അറിഞ്ഞപ്പോൾ ദൈവം ഉയർത്തി. അതുപോലെ തന്നെ പുള്ളിയുടെ സഹോദരന്മാരുടെ മക്കളെ എല്ലാം പുള്ളി ഓരോ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് അവരെ എല്ലാം ഉയർത്തിയത് പുള്ളിയാ. കുടുംബത്തെ മൊത്തം രക്ഷപ്പെടുത്തിയത് പുള്ളിയാ. അവർ കുറെ സഹോദരന്മാരുണ്ട്, 4 സഹോദരന്മാരുണ്ട്. അവരെ എല്ലാം ഉയർത്തിയ പുള്ളിയാ. അവർ തലമുറകളെ ഉയർത്തിയ പുള്ളിയാ. പുള്ളിയെ ദൈവം മാനിച്ചു. അവരെല്ലാം മാനിപ്പിച്ചു. അവരെല്ലാം ക്രിസ്തുവിലേക്ക് കൊണ്ടുവന്നു, ബലപ്പെടുത്തി. എങ്കിൽ പോലും പുള്ളിക്കാരൻ എന്തുവാ? എളിമപ്പെട്ടുകൊണ്ടിരിക്കുക, താഴ്മ അറിച്ചുകൊണ്ടിരിക്കുക. താഴ്മയാണ്. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് കൊടുത്ത സമ്പത്താണ്.
അദ്ദേഹത്തിന് സമ്പത്തിനോടല്ല വില, ആരോടാണ്? അതുപോലെ തന്നെ കേരളത്തിനകത്ത് കഷ്ടപ്പെട്ടന്ന് കിടന്ന എല്ലാ ദൈവദാസന്മാർക്കും പുള്ളി ഒരു സപ്പോർട്ട് കൊടുക്കുമായിരുന്നു എല്ലാ മാസവും. അതുവരെ പുള്ളി ചെയ്യുമായിരുന്നു. പുള്ളിക്ക് പരിചയമില്ലെങ്കിൽ പോലും അറിഞ്ഞാൽ പുള്ളി അവിടെ എത്തിക്കുമായിരുന്നു. അതിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? സിമ്പിൾ. ഇപ്പൊ ഈ ഒരു അമ്മച്ചി എന്ന് ചോദിച്ചു, ആരായി KP Yohan? അപ്പൊ KP Yohan പുള്ളിയുടെ അമ്മച്ചിയുടെ അടുത്തേക്ക് പോകും. അമ്മച്ചിയുടെ എന്താ സൂട്ടും കോട്ടലായിട്ട് 6 അടി നീളവും വണ്ണവും എല്ലാം ഉള്ള ഹൈറ്റായ ഒരു മനുഷ്യനായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഉള്ള ദൈവദാസന്മാരെല്ലാം സ്റ്റേജിലോട്ട് കയറുമ്പോൾ ഇതാണോ KP Yohan? ഇതാണോ KP Yohan? കുറച്ച് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, അമ്മച്ചി ഞാനാ KP Yohan. ഇയാളാണോ KP Yohan? കാര്യം എന്തുവാ? വെറും സിമ്പിളായ ഒരു മനുഷ്യൻ. സമ്പത്ത് കയറിയപ്പോൾ പുള്ളിയുടെ കാഴ്ചപ്പാട് മാറാൻ തുടങ്ങി. എനിക്കറിയത്തില്ല ഏത് ടൈമിലാ പുള്ളിയുടെ സ്വഭാവം മാറിയെന്ന് അറിയത്തില്ല. ഏത് മനുഷ്യന്റെ സ്വഭാവം മാറും? ആരുടെ പരിപാടിയാ? പിശാചിന്റെ പ്ലാൻ. പിന്നെ മുതൽ പുള്ളി സമ്പത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. നമ്മൾ പത്രത്തിലും ന്യായസേവനം നോക്കി എത്രയോ കോടികൾ മുക്കി വെക്കാൻ നോക്കി. അവസാനം എന്തുവാ? പിശാചി ചത്ത പോലെ ചത്തുപോയി. ഒരു ദൈവമഹത്വം ഇല്ലാത്ത രീതിയിൽ, ഒരു ദൈവ തേജസ് ഇല്ലാത്ത രീതിയിൽ, ഒന്നിനും കൊള്ളാത്ത രീതിയിൽ അദ്ദേഹം ആദ്യം വന്ന വരവ് ദൈവത്തെ മറന്നുപോയി. അതൊരു പാഠമാണ്. എല്ലാ ദൈവദാസന്മാർക്കൊരു പാഠമാണ്. കഴിഞ്ഞ ദിവസം എന്നെ പഠിപ്പിച്ചൊരു ദൈവം എന്നെ ഓർമ്മപ്പെടുത്തിയൊരു പാഠമാണ് ഞാൻ പറയുന്നത്. സമ്പത്ത് ദൈവം തരും, പിശാചിൻ തരും, ദൈവം തരും. തിരിച്ചറിയണം. സമ്പത്ത് ദൈവം തരുമെങ്കിൽ അതിന്റെ പിന്നാലെ പോകാൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അബ്രഹാം പിതാവ്. അബ്രഹാം പിതാവ് ഒരിക്കലും സമ്പത്തിന്റെ പിന്നാലെ പോയിട്ടില്ല. കൂടുമ്പോ എല്ലാം അതൊന്നും അല്ല വിഷയം. കർത്താവേ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞല്ലോ ഇത്രയും തരാന്ന്, മോനെ തരാന്ന് 75 വയസ്സിൽ പറഞ്ഞതാ. 25 വർഷം കഴിഞ്ഞിട്ട് മിണ്ടിയില്ല. പുള്ളി മിണ്ടാതിരിക്കും. സ്തോത്രം. കംപ്ലൈന്റ് ഇല്ല പുള്ളിക്ക്. കാര്യം ദൈവം പറഞ്ഞിട്ടുണ്ട് ചെയ്യും. പിന്നെ ചില വിലക്കീന് നമ്മളെ പോലല്ല ഉണ്ട് ചില ചിന്തകൾ. അതിനപ്പുറത്തോട്ട് പുള്ളി എന്ത് ചെയ്തില്ല. നമ്മളെ പോലല്ല, നമ്മളല്ല അതിലും വലിയ ചിന്താഗതിയുള്ള ഭയങ്കര ബുദ്ധിമാന്മാരാണ് നമ്മൾ. പുള്ളിക്കാരൻ അത്രയൊന്നും വന്നില്ല. പുള്ളിക്കാരൻ ദൈവത്തിന് മാത്രം മുഖ്യ സ്ഥാനം കൊടുക്കും. നമ്മളെ പോലെ എല്ലാവർക്കും സന്തോഷമാണ്. നമ്മളെ പോലെ അബ്രഹാം പിതാവെന്ന് സ്തോത്രം. കാഴ്ചപ്പാട് വലുതാ ദൈവമായിട്ടുള്ള ബന്ധം. 100-ാം വയസ്സിൽ കൊടുത്ത കൊച്ചിനെ സ്തോത്രം കളിപ്പിച്ച് അവന്റെ ഒരു നല്ല ബാലൻ എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രം നല്ല രീതിയിൽ അവനെ വളർത്തി നല്ല രീതിയിൽ കൊണ്ടുവന്നപ്പം ഭർത്താവ് അവനെ യാഗം അർപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഒരു മടിയും കാണിക്കാതെ പോയ ഒരു മനുഷ്യനാണ്. ദൈവത്തിന്റെ വാക്കിന് പ്രാധാന്യം കൊടുത്ത മനുഷ്യനാണ്. ഭാര്യയോട് പോലും ആലോചിക്കാത്ത മനുഷ്യനാണ്. നമ്മളെ പോലാണോ? 100 രൂപ കൊടുക്കണമെങ്കിൽ പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. 100 രൂപ കൊടുക്കാൻ ആയോ നമ്മൾ ചിന്തിക്കും, ഇല്ലയോ? അതല്ല അബ്രഹാം പിതാവ്. അബ്രഹാം പിതാവ് എന്ന് പറഞ്ഞാൽ അതല്ല. അബ്രഹാം പിതാവ് എന്ത് ചെയ്യുവാനും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആൾ. സ്തോത്രം. ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കില്ല. അബ്രഹാം പിതാവിനെ അല്ല ഇത് പറഞ്ഞത്. ധനത്തിന്റെ പിന്നാലെ പോകുന്നവരെയാ പറഞ്ഞത്. പിശാച് നന്മ തരുമ്പോൾ നമുക്ക് അത്യാഗ്രഹം വരും. അത്യാഗ്രഹം കൂടിക്കൊണ്ടിരിക്കും. എത്ര കിട്ടിയാലും മുഴുക്കത്തില്ല. എത്ര കിട്ടിയാലും മുഴുക്കത്തില്ല. അത് ആരുടെ പ്ലാനാ? പിശാചിന്റെ പ്ലാനാ. പിശാച് എന്ത് ചെയ്യും? ഇത് മുഴുക്കത്തില്ലെന്ന് പറയുന്നത് ഇത് കിട്ടുന്നതെല്ലാം ഓരോ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. പൂർണ്ണമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അനുഭവിക്കാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ദൈവം നമുക്ക് തരുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കർത്താവ് തന്നുകൊണ്ടിരിക്കും. നമുക്ക് ഇത്രയും വേണം, ദൈവം അപ്പോഴായിരിക്കും തരുന്നത്. അതുവരെ കൈ കാണത്തില്ല. ദൈവത്തിന് അറിയാം. അതിൽ തൃപ്തിപ്പെട്ടോണം, സന്തോഷപ്പെടണം. അയ്യോ അത് സ്തോത്രമല്ല, അത് എനിക്ക് ബാങ്കിൽ കൊണ്ടിടാൻ പറ്റിയില്ല, ചിന്തിക്കല്ലേ. കർത്താവ് പറഞ്ഞിരിക്കുന്നല്ലോ, നാളത്തെ കുറിച്ച് വിചാരിക്കരുത്, അന്നെന്നുള്ളതിനെ കുറിച്ച് നീ തൃപ്തിപ്പെട്ടോണം. ദൈവവചനം പറഞ്ഞു ഇല്ലയോ? നാളെ തൊട്ട് നീ ബാങ്കിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വേറെ ഭാഗ്യം. അതിനെ ഭാഗ്യമെന്നല്ല, അതൊരു ബോണസ് ആയിട്ട് കൂട്ടിയാൽ മതി. അതിനെ കൂടുതൽ ഭാഗ്യം എന്ന് പറഞ്ഞ പുറകെ പോകണ്ട. ഭാഗ്യം എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ പിന്നെ ഇടാൻ തോന്നുന്ന അനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും? അത്യാഗ്രഹം വന്നുകൊണ്ടിരിക്കും, ഇല്ലയോ? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നിടത്ത് അത്യാഗ്രഹം ഉണ്ടാവത്തില്ല, കുശുമ്പുണ്ടാവത്തില്ല, ഈഗോ ഉണ്ടാവത്തില്ല. താഴ്മയായിരിക്കും, താഴ്മ. സ്തോത്രം. അടുത്ത വാക്യം ഒന്ന് വായിക്കാം, പെട്ടെന്ന് വായിക്കാം. സ്തോത്രം.
യെസ്. ശിഷ്യന്മാർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും അവിടെ. അയ്യോ, എല്ലാം വിട്ടു വന്നിട്ട് ഇപ്പൊ ഇനി ഇവിടെയും കിട്ടത്തില്ല. അയ്യോ, പാസ്റ്റർ പറഞ്ഞ്, സഭ പറഞ്ഞ്, എല്ലാം വിട്ട്, എല്ലാം പുറകെ വിട്ട്, ഞങ്ങൾ സഭയുടെ പുറകെ വന്നിട്ട് ഇവിടെയും പരിപാടി നടക്കത്തില്ല. ഒരു കൺഫ്യൂഷൻ ആരുടെ മേൽ കൊണ്ടുവന്നു? ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. എന്തിനാ? സ്ഥിരപ്പെടുത്തുവാനുള്ള കൺഫ്യൂഷനായിരുന്നു. സ്ഥിരപ്പെടുത്തുവാൻ, അവരുടെ ഉള്ളിനകത്തുള്ള ചോദ്യം പുറത്തു വരാനാ. ഇന്ന് നമ്മൾ പറയാനും, നമ്മളോട് പലരും ചോദിക്കും, നിങ്ങളെല്ലാം വിട്ടുപോയിട്ട് നിങ്ങൾക്ക് എന്ത് ലഭിച്ചു? ഒരു മറുപടി വേണ്ടേ? പറയാൻ മറുപടി വേണ്ടേ? നമുക്കറിയാം നിത്യതയുണ്ടെന്നറിയാം, നിത്യതയുണ്ടെന്നറിയാം. സ്തോത്രം. അത് മാത്രം പോരാല്ലോ, ലോകത്തിലെ മനുഷ്യൻ കാണണ്ടേ, ദൈവം നമ്മളെ അനുഗ്രഹിച്ചത് കാണണ്ടേ, നമ്മളെ തലമുറയെ അനുഗ്രഹിച്ചത് കാണണ്ടേ, നമ്മൾ അനുഗ്രഹപ്പെട്ടത് കാണണ്ടേ. സ്തോത്രം. അതിനൊരു തെളിവ് വേണ്ടേ? അത് കർത്താവ് വെളിപ്പെടുത്തി തരും. അടുത്ത വാക്യം പെട്ടെന്ന് വായിക്കാം. സ്തോത്രം. സ്തോത്രം. യോ, ഇതെല്ലാം വിട്ട് എങ്ങനെ കർത്താവേ ഇങ്ങനെയെല്ലാം ജീവിക്കാൻ പറ്റുമോ? എടുത്തവായി പറയണം. ഒരാള് നമ്മളോട് വയ്ക്കുക. സ്തോത്രം. ഈ സഭ തുടങ്ങിയപ്പം ഒരു അമ്മമ്മ എന്നോട് പറഞ്ഞു, ഇത് പാസ്റ്റർ കുടുംബം മാത്രമേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ല, ഈ ലെവലിലൊന്നും പോകാൻ പറ്റത്തില്ല, കുറെ അഡ്ജസ്റ്റ്മെന്റ് നടക്കും. അമ്മാവ് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കും കൺഫ്യൂഷനേ. അപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ എന്നെ കണ്ടിറങ്ങിയതല്ലേ, അമ്മാമ്മയെ കണ്ടല്ലോ ഇറങ്ങിയത്. അമ്മാമ്മ ഇന്നിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അലങ്ങി നടക്കുക. അമ്മാമ്മ പലപ്പോഴും എന്റെ അടുത്ത് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷെ അന്ന് പറഞ്ഞു നടത്തി, ദൈവം ഇന്ന് പറഞ്ഞു നടത്തി. ഞാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ. സ്തോത്രം. അമ്മാമ്മയ്ക്ക് ഇതുവരെ ഒരിടത്ത് സ്ഥിരം വായ്പയിട്ടില്ല. അമ്മാമ്മ കുറച്ചാൽ അവിടെ പോയി ഇവിടെ പോവും, എല്ലായിടത്തും തള്ളി വിടുക. തള്ളി വിട്ടപ്പോ അമ്മാമ്മ ഓടിക്കൊണ്ടിരിക്കുക, പക്ഷെ നമ്മൾ ഉടച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ആരുടെ വാക്ക് കേട്ടു? ദൈവത്തിന്റെ വാക്ക് കേട്ടു. അമ്മാമ്മ ലോകത്തിന്റെ വാക്ക് കേട്ട് പോവാ. അതുകൊണ്ട് അമ്മാമ്മയ്ക്ക് എന്തില്ല? ഒരാവശ്യം വിളിച്ചപ്പോ ആരുമില്ല. ഒരാവശ്യം വിളിച്ചാൽ ആരുമില്ല. ആരെങ്കിലും വിളിച്ച അമ്മാമ്മയ്ക്ക് പണം ഇഷ്ടം പോലെ ഉണ്ട്, സമ്പത്ത് ഇഷ്ടമുണ്ട്. ആരെങ്കിലും വിളിച്ചാൽ അവിടെ തന്നെ പറയും, ആദ്യം അമ്മാമ്മ കുണപ്പെട്ടിട്ട് വരാൻ പറയും. അമ്മാമ്മയെ പറ്റി പഠിച്ചല്ലാതെ ഇപ്പൊ അമ്മാമ്മയെ ആരും അടുപ്പിക്കുന്നില്ല. പണം കൊണ്ട് കാണിച്ചിട്ടും അടുപ്പിക്കുന്നില്ല, അമ്മാമ്മയെ അടുക്കുന്നില്ല. അമ്മാമ്മ എങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പക്ഷേ നമ്മളത് കേട്ടിട്ട് എന്ത് ചെയ്തില്ല? അമ്മാമ്മയുടെ പിന്നാലെ പോയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത്? ബലപ്പെട്ടു. അമ്മാമ്മ പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ പ്രാർത്ഥന നമ്മളെ വീട്ടിൽ നടത്താം, സ്പെഷ്യൽ കുറെ പേരെ ഞാൻ കൊണ്ടുതരാം. എന്തുവാ? സ്ഥിരതയോട് ദൈവത്തിന്റെ സന്നി വരുന്നതല്ല, വിടുതൽ കിട്ടാൻ വേണ്ടി വരുന്നവരെ തരാന്ന്. നമുക്ക് അതിന്റെ പാസ്റ്റ് ആവണ്ട. നമുക്ക് സ്ഥിരതയോട് ദൈവത്തിന് വേണ്ടി ഓടുന്നവരെ ജനത്തിന്റെ പാസ്റ്റായാൽ മതി. അതിനാ ആര് വിളിച്ചത്? കർത്താവ് വിളിച്ചത്. മറ്റേതങ്ങ് വന്നുകൂടും, പല നന്മകളും വരും. ആര് കൊണ്ടുതരുന്നതാ? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പിശാച് തരുന്ന നന്മകളാ. ഈ നന്മ കൊണ്ടെല്ലാം നമ്മൾ അങ്ങ് സന്തോഷിക്കും, പക്ഷേ നമ്മൾ എവിടെ പോത്തില്ല? ഈ പറയുന്ന വചനവുമായിട്ട് നമുക്ക് ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് പോകത്തില്ല. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചു. എടുത്തതായി പറയണം. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഞാൻ രണ്ട് പറഞ്ഞല്ലോ, അതാ മനുഷ്യർക്ക് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് സാധ്യമാണ്. ദൈവം പണിയുന്ന സഭയാണെങ്കിൽ മനുഷ്യന് പൊളിക്കാൻ പറ്റത്തില്ല. ആ സഭയെ ദൈവം മാനിച്ചിരിക്കും, അതിലെ ദൈവജനത്തെ മാനിച്ചിരിക്കും. അവര് കർത്താവിനെ കണ്ട ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലോകത്തിന്റെ ഒരു വാക്കിനും അവരെ അടിമയാകത്തില്ല. ലോകത്തിൽ നടക്കുന്ന ഒരു സംഭവം അവരെ പേടിപ്പിക്കാൻ കഴിയത്തില്ല, ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? അവർ യേശുവിനെ കണ്ട കുടുംബമാ, അവർ യേശുവിനെ കണ്ടിറങ്ങിയതാ. ഇന്ന് യേശുവിന്റെ നാമത്തിൽ പറ, ഞാനും എന്റെ കുടുംബം യേശുവിനെ കണ്ടിറങ്ങിയതാ. ഞാനും എന്റെ കുടുംബം അനുഗ്രഹപ്പെടും. ഒരു ശത്രുവിനും എന്നെ എന്റെ കുടുംബത്തെ തൊടാൻ പറ്റത്തില്ല. കാര്യമെന്താ? മനുഷ്യന് അസാധ്യമെങ്കിൽ ദൈവത്തിന് സകലം സാധ്യമാണ്. സ്തോത്രം. ഇന്ന് വീർപ്പുമുട്ടുമ്പോൾ, കണ്ണുനീരോട് ഭവനത്തിൽ ഇരിക്കുമ്പോൾ, വേദനപ്പെടുമ്പോ, പ്രയാസപ്പെടുമ്പോ, നിങ്ങൾ കുടുംബമായിട്ട് അങ്ങോട്ട് കരഞ്ഞോർത്തിട്ട് ഒറ്റ വാക്ക് പറ, മനുഷ്യന് അസാധ്യമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുവിന് സകലം സാധ്യമാണ്. അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം അഴിച്ചു മാറ്റും. ദൈവത്തിന്റെ ദൂതും വാക്തത്വം ആരും ഒരുക്കി തരും, ദൈവം ഒരുക്കി തരും. അടുത്ത വാക്യം. ദൂത് പറഞ്ഞിട്ട് പത്രോസിന് പിന്നെ ഒരു സംശയം. നമ്മളെ പോലെ നമ്മൾ എടുത്തു വായിച്ചു വയ്ക്കുക, ഞങ്ങളെല്ലാം വിട്ട് ഇറങ്ങി വന്നതാ. അതുവരെ അവരൊന്നും വേണമെന്ന് ആഗ്രഹമില്ലാത്തവരാ. ഈ കുറെ കൺഫ്യൂഷൻ ചോദ്യങ്ങൾ വന്നപ്പോ അവരെയും കൺഫ്യൂഷനായി.
നമുക്ക് ഇതുപോലെ ഇറങ്ങി വന്നപ്പോ നമ്മൾ തീയായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഇതാ കൺഫ്യൂഷൻ ചോദ്യത്തിനകത്ത് നമ്മൾ സ്ട്രക്കായി പോയേക്കുക. നമ്മൾ വിശ്വാസക്കുറത്തിലാണോ അല്ലയോ? നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങിയതില്ല, എന്തിനാ ഇറങ്ങിയത്? ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ ചോദ്യങ്ങളുണ്ട്. പത്രോസ് എടുത്ത് വായിക്കുക, കർത്താവെ ഞങ്ങളെല്ലാം വിട്ടിറങ്ങി വന്നു, മര്യാദയ്ക്ക് നിന്നതാ. ഈ ചില ചോദ്യം വന്നപ്പെടാ ധനവാൻ സ്വർഗരാജ്യത്തിൽ കയറത്തില്ലെന്ന് പറഞ്ഞപ്പോഴേ പേടിയാവുന്നു. അപ്പൊ ധനത്തിന് വേണ്ടിയാണ് പത്രോസ് വന്നത്. അവയെല്ലാം വിട്ടിറങ്ങി വന്നവനാ. സ്വന്തം അവന്റെ ഉള്ളിനകത്തും കൺഫ്യൂഷൻ വന്നു. അവൻ വന്നത് ധനത്തിന് വേണ്ടിയല്ല. കാര്യം അവന് പടവും എല്ലാം വിട്ടിട്ട് അവൻ ആരോടെ വന്നതാ? യേശുവിനോടൊപ്പം വന്നതാ. മനുഷ്യനെ പിടിക്കുന്നവനാവൻ വന്നതാ. അപ്പോഴ് കൺഫ്യൂഷനായുള്ള ചില വിഷയങ്ങൾ വന്നപ്പോൾ അവ എടുത്തു വഹിക്കുക, കർത്താവ് ഞങ്ങളെല്ലാം വിട്ടു വന്നിട്ട് അപ്പൊ ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ഇന്ന് പറയുവാനുള്ള ഒറ്റ കാര്യമാണ്, എല്ലാം വിട്ടു വരുന്നവർക്ക് എന്ത് ലഭിക്കും? യേശുവിനെ കണ്ടിറങ്ങുന്നവർക്ക് എന്ത് ലഭിക്കും? വായിക്കും. ഒന്ന് പറയുക, ഒരേ കാര്യം യേശു പറയുക, എന്നെ അനുഗമിച്ച് ഇറങ്ങിയിട്ടുണ്ടോ? ഈ ലോകത്തിൽ നീ മാറ്റപ്പെട്ട് കഴിയുമ്പോ ആരോടൊപ്പം വരും? എന്നോടൊപ്പം വരും. ഞാനിരിക്കുന്ന സ്വർഗ്ഗത്തിന്റെ സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന സീറ്റിനകത്ത്, ഇരിപ്പിടത്തിനകത്ത് നിങ്ങളെ കൊണ്ടിരുത്തും. നരകത്തിൽ ഒരിക്കലും മരണമില്ലാത്ത നരകത്തിനകത്ത് കിടക്കുന്നതാണോ? ഇനിയും ഒരിക്കലും മരണമില്ലാത്ത ജീവിതം അവൻ സ്വർഗത്തിൽ ആസ്വദിക്കുന്നതാണോ വലുത്? ഭൂമിയിലെ അല്പകാലം വേദനയുണ്ടെങ്കിലും ഭൂമി ചിലപ്പോൾ 80 വർഷം ജീവിച്ചു, അല്ലെ 100 വർഷം ജീവിച്ചു. ഈ ഭൂമിയിലെ വർഷം 100 വർഷം കഴിയുമ്പോൾ എന്തായാലും പോയേ പറ്റൂ. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചേ പറ്റത്തുള്ളൂ. ഈ രൂപത്തൊന്ന് പോയേ പറ്റൂ. പക്ഷെ അത് കഴിഞ്ഞാൽ നരകത്തിൽ പോയി കിടക്കുന്നതിനായിട്ട് നല്ലത് ഒരിക്കലും മരണമില്ലാത്ത നരകത്തിൽ കിടന്ന് പുഴുവ് അഴിക്കുന്നിടത്ത് തീക്കകത്തും കിടക്കുന്നതിനായിട്ട് നല്ലത് എവിടെ ഇരിക്കുന്നതാണ്? സ്വർഗത്തിൽ ഇരിക്കുന്നത്. നീ ഈ ഭൂമി 100 കൊല്ലം വസിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാം വിട്ട് എനിക്ക് വേണ്ടി ഇറങ്ങി തിരിച്ച് ജീവിച്ച വ്യക്തിയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ദൂത് പറയുക, ഞാൻ ഇരിക്കുന്ന സിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് നിനക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് കണ്ടോ? സ്വതന്ത്രം നിങ്ങൾ അവിടെ ഇരുന്ന പാത്രം പോരാ, നിങ്ങൾ ഞാൻ ന്യായം വിധിക്കുന്നത് പോലെ ന്യായം വിധിക്കും. ഇന്ന് പല ന്യായം വിധിക്കും. നിങ്ങൾ കൈകെട്ടിയിരിക്കുക, നിങ്ങൾക്ക് ഉത്തരവില്ല എങ്കിൽ അന്ന് പറയുക, ഞാൻ ന്യായം വിധിക്കുന്നത് പോലെ രാജ്യത്തെ നിങ്ങൾ ന്യായം വിധിക്കും. അടുത്തത് എന്റെ നാമം വിട്ട് മക്കളെയോ അപ്പനെയോ അമ്മയോ നിലങ്ങളെയോ സ്വത്തിനെയോ വിട്ട് വന്നവന് 100 മടങ്ങ് കൊടുക്കും. അപ്പൊ വിട്ട് വന്നവൻ ഈ ഭൂമിയിൽ തന്നെ എന്ത് ചെയ്യും? കർത്താവ് 100 മടങ്ങ് തരും. ഈ ഭൂമിയിലല്ലേ മക്കളെ വിട്ടത്, ഭാര്യ വിട്ടത്, സന്തോഷം വിട്ട് അങ്ങോട്ട് ബന്ധങ്ങളെല്ലാം വിട്ടിട്ട് യേശുവിന് മാത്രം പോരാടം കൊടുത്ത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആര് കൊടുക്കും? കർത്താവ് കൊടുക്കും. കർത്താവ് കൊടുക്കും. ഇന്നലെ ഒരു സഹോദരിയുടെ ഒരു സാക്ഷി ഞാൻ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും കാലം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും അവരെ പഠിപ്പിച്ചതും അവർക്ക് പറഞ്ഞു കൊടുത്തതും വെറുതെ ആയില്ല. അവർ മേൽ തീ കത്തി. എപ്പോഴാ മനുഷ്യ ഒരു വിഷയം വന്നപ്പോൾ എടുത്തതായി പറഞ്ഞ്, ഭർത്താവല്ല, മക്കളല്ല, എനിക്ക് ആരുമല്ല വിഷയം, എനിക്ക് എന്റെ യേശു വിഷയം. യേശു പറയുന്നത് ഞാൻ ചെയ്യത്തുള്ളൂ. ഈ സാക്ഷ്യം ആ ദൈവമക്കളിൽ നിന്ന് ആരാഗ്രഹിക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്നത്, സഭ ആഗ്രഹിക്കുന്നത്, യഥാർത്ഥ ജീവിക്കുന്ന സഭ ആഗ്രഹിക്കുന്നതാ. സ്വതം യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നതാ. ഒരു പാസ് ആഗ്രഹിക്കുന്നതാ. പറയുക എന്ന് പറയുക, ബന്ധങ്ങൾക്ക് കാട്ടി എല്ലാം വലുത്. സ്തോത്രം. കൂടെ നിൽക്കുന്ന മക്കളെ കാട്ടിയോ ഭർത്താവിനെ കാട്ടിയോ അപ്പന്റെ അമ്മയുടെ എല്ലാവരും കാട്ടി കൂടുതലായിട്ട് ഞാൻ ആരെ സ്നേഹിക്കുന്നു? എന്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ഞാൻ ക്രിസ്തുവിനെ പ്രാധാന്യം കൊടുക്കണം. ഇതായിരിക്കണം ദൈവമക്കളെ. അപ്പോഴും കർത്താവ് പറയുക, ഇതെല്ലാം വിട്ടു വന്നാൽ നിനക്ക് 100 മടങ്ങ് പ്രതിഫലം ആര് തരും? നീ സ്തോത്രം ഹല്ലേലൂയ ഭാര്യയെ വിട്ട് മക്കളെ വിട്ട് എല്ലാം വന്നിട്ട് നീ ക്രിസ്തുവിനെ കൊടുക്കുന്നെങ്കിൽ ഈ ഭാര്യയുടെ സന്തോഷം ഭാര്യയിൽ നിന്ന് ദൈവം തരും ഇരട്ടിയായിട്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തെ അറിയാതിരുന്നപ്പോൾ നിന്നെ സ്നേഹിച്ചതിന് ഇരട്ടി സ്നേഹത്തോട് ഭാര്യയുടെ സ്നേഹം കിട്ടും, മക്കളുടെ സ്നേഹം കിട്ടും, അപ്പനവരുടെ സ്നേഹം കിട്ടും, സഹോദരങ്ങളുടെ സ്നേഹം കിട്ടും. ഇതെല്ലാം ആരെ കണ്ടിറങ്ങിയതാ? ക്രിസ്തുവിനെ കണ്ടാ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും? എനിക്ക് എന്റെ കുടുംബക്കാരുടെ ബന്ധുക്കളായിട്ട് കൂടുതൽ സ്നേഹം നിങ്ങൾ തരുന്നുണ്ട്, നിങ്ങൾ കരുതുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതാണ് എനിക്ക് വേണ്ടത്. സ്തോത്രം. കുടുംബക്കാർ കാണിക്കുന്ന ചിരിയോ ആ സ്നേഹമോ അല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് യേശു ക്രിസ്തുവിന്റെ സ്നേഹമോ വേണ്ടത്. ആ സ്നേഹമേ അവസാനം വരെ നിലനിൽക്കും. കർത്താവ് പറയാ, വിട്ടിട്ട് വന്നിട്ടുണ്ടോ 100 മടങ്ങ് എന്ത് ചെയ്യും? ലഭിക്കും. ഒരു ഭാര്യയെ വിട്ടിട്ട് 100 ഭാര്യയെ കിട്ടുമെന്നല്ല പറഞ്ഞത്.
അത് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, ഒരു ഭാര്യ നീ ക്രിസ്തുവിനെ അറിയുന്ന മുമ്പേ ഭർത്താവോ ഭാര്യയോ ആവട്ടെ, ആരോ ആവട്ടെ, നീ എല്ലാത്തിനും ഉപരിയായി യേശുവിനെ കാണുമെങ്കിൽ നിനക്ക് ഭാര്യയുടെ സ്നേഹം കിട്ടണമെങ്കിൽ നീ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഭാര്യയായിട്ട് കൊണ്ടുതരും. ആരെ? ആ ഭാര്യ ആരെ ഒരുക്കി തരും? കർത്താവ് ഒരുക്കി തരും. ഭർത്താവിനെ എങ്ങനെ ഒരുക്കി തരും? കർത്താവിന് കഴിയാത്ത കാര്യമില്ല. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ മുമ്പുള്ള വാക്യത്തിൽ പറഞ്ഞേ, മനുഷ്യന് അസാധ്യമെങ്കിൽ ദൈവത്തിന് സകലതും സാധ്യമാണ്. മനുഷ്യന് അസാധ്യമായുള്ള കാര്യങ്ങളാണ് ദൈവത്തിന് സാധ്യം. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഈ ഭൂമിയിൽ ഇല്ല. അത് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കാം. സ്തോത്രം. മക്കൾ, സ്തോത്രം. എനിക്ക് അപ്പനും അമ്മമാരായിട്ട് ഏറ്റവും കൂടുതൽ പുറത്ത് എന്നെ സ്നേഹിക്കുന്നത് അപ്പനമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. ആര് തന്നതാ? എന്റെ സഭ എന്ന് പറയുന്ന കൂടപ്പുറപ്പിന് തന്ന ആരാ? ദൈവമാണ്. അതിനാ പ്രാധാന്യം. സ്തോത്രം. ഭാര്യ ഭർത്താവ് ബന്ധത്തെ സ്തോത്രം ആ രീതി ചിന്തിക്കണ്ട. ആ ഭാര്യ ഭർത്താവ് ബന്ധം എന്ന് പറഞ്ഞാൽ സ്തോത്രം 100 മടങ്ങ് ഞാൻ എന്തിനെ ചപ്പും ചവറുമായിട്ട് കാണണം, അതിനനുസരിച്ച് 100 മടങ്ങ് ആരെനിക്ക് തരും? എന്റെ കർത്താവ് എനിക്ക് തരും. കർത്താവ് എന്നെ സ്നേഹിക്കും. ക്രിസ്തുവിനെ കണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടമെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മൊത്തം ലാഭമാണ്. ആരെ കണ്ടപ്പോ? ക്രിസ്തുവിനെ നിങ്ങൾ കണ്ട് ഏറ്റെടുത്ത നാൾ മുതൽ നിങ്ങൾക്ക് നഷ്ടമെന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കല്ലേ. നിങ്ങൾക്കെല്ലാം ആരാ ലാഭമാക്കി തന്നേക്കുക? കർത്താവ് ലാഭമാക്കി. പത്രോസിനോട് പറഞ്ഞു, ഇവിടെ മാത്രമല്ല, അവിടെ മാത്രമല്ല, ഇവിടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. എല്ലാം വിട്ടുവന്ന് നിന്നെ ആരനുഗ്രഹിക്കും? ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇത് പകലൊന്ന് ഓർക്ക്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സകലതും സാധ്യമാണ്. ഇന്ന് പകൽ അസാധ്യമാക്കുന്ന ദൈവത്തിന്റെ ദൂത് ഇന്ന് പകല് വെളിപ്പെടട്ടെ. ഇന്ന് പ്രിയ ദൈവമക്കളെ, ഇന്ന് പൂർണ്ണമായി കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൊണ്ട് ദൈവമേ കർത്താവ്, പുറകുറുക്കുന്ന സ്വഭാവം, പുറകുറുക്കുന്ന ചിന്തകളെല്ലാം ഒന്ന് ഉടച്ചു മാറ്റ്. ഞാൻ ആ ശരിയെന്നുള്ള ചിന്തകളെന്ന് ഉടച്ചു മാറ്റ്. നമ്മളെ തന്നെ ദൈവസ്ഥനെ ഒന്ന് ഉടച്ച് ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് പകല് നമ്മളെ തന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകുക. കർത്താവേ, എന്റെ പോരായ്മ, എന്റെ കുറവ്, എന്റെ തെറ്റ, എന്റെ സംസാരമാ അപ്പ പിതാവേ, എന്റെ അനുഗ്രഹത്തിന് തടസ്സം, എന്റെ കുടുംബത്തിന്റെ തടസ്സം, എന്റെ ഭാര്യയുടെ അനുഗ്രഹത്തിന് തടസ്സം, അല്ലെ എന്റെ ഭർത്താവിന്റെ അനുഗ്രഹത്തിന് തടസ്സം, എന്റെ മക്കളെ തടസ്സം, മക്കളെ പോരായ്മ, അപ്പ പിതാവേ, മാതാപിതാക്കൾക്ക് അനുഗ്രഹത്തിന് തടസ്സമാ. ഇന്ന് സ്വയമേ എല്ലാവരും ഒന്ന് തന്നെ ഒന്ന് കഴുകി ഒന്നുകൂടെ ഒന്ന് ശുദ്ധീകരിച്ചു ഒന്ന് പാർത്തീര്. ദൈവമേ, എന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് തടസ്സമായി ഞാൻ എന്തെങ്കിലും ചെയ്തോ, എന്തെങ്കിലും സംസാരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എന്നോടൊന്ന് ക്ഷമിക്കണേ. എന്റെ കുടുംബത്തെ ഒന്ന് അനുഗ്രഹിക്കണേ. എന്റെ കുടുംബത്തിനകത്ത് ആ ദൈവത്തിന്റെ വാഗ്ദത്തം ഒന്ന് വെളിപ്പെടാട്ടെ. ആ ദൈവത്തിന്റെ ദൂതുകളും ആലോചനകളും ഒന്ന് വെളിപ്പെടാട്ടെ. ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ദൈവത്തിന്റെ ചില അത്ഭുതങ്ങൾ കുടുംബത്തിനകത്ത് ഉണ്ടാവട്ടെ. ഓരോ കുടുംബത്തിലേക്കും ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ഓരോ കുടുംബത്തിലേക്കും വിടുതൽ വ്യാപരിക്കട്ടെ. ഓരോ കുടുംബത്തിലേക്കും അത്ഭുതങ്ങൾ വ്യാപരിക്കട്ടെ. പാരമ്പര്യങ്ങളെ ഉടച്ചു മാറ്റിക്കൊണ്ട്, പാരമ്പര്യ ശക്തികളെ ഉടച്ചു മാറ്റിക്കൊണ്ട്, ബുദ്ധിമണ്ഡലങ്ങളെ ഉടച്ചു മാറ്റിക്കൊണ്ട്, ലോക ചിന്തകളെ ഉടച്ചു മാറ്റിക്കൊണ്ട്, അതിനെല്ലാം മേലായ ഒരു നാമം അപ്പാ, ഭൂമിക്ക് ആകാശത്തിന് കീഴിലും ഭൂമിക്ക് മേലിലും ഒരു നാമം, യേശു എന്നൊരു നാമം. മറ്റൊരിടത്തിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ യോഗ്യനായ യേശു എന്ന നാമം ഇന്ന് പകൽ എന്റെ മേൽ വരട്ടെ, എന്റെ കുടുംബത്തിന് മേൽ വരട്ടെ. ആ വാക്തത്വം എന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവട്ടെ. ഇന്ന് പകല് വായിച്ച വചനങ്ങൾ എന്റെ കുടുംബത്തിനകത്ത് പ്രയോജനപ്പെടും. എനിക്ക് എന്ത് ലഭിക്കും? എനിക്കുണ്ട് സ്വർഗരാജ്യം, എനിക്കുണ്ട്. ഞാൻ സ്വർഗത്തിന്റെ അംശിയ, ഞാൻ സ്വർഗത്തിന്റെ അവകാശിയ. അതുപോലെ ഭൂമിയിൽ കഷ്ടത്തോടൊപ്പം 100 മടങ്ങ് നന്മയെ അനുഭവിക്കും. എന്തൊക്കെ കർത്താവിന് വിട്ടിട്ടുണ്ട് അതിനെല്ലാം ഇരട്ടി 100 മടങ്ങായി ദൈവം എന്നെ അനുഗ്രഹിക്കും. ഇത് പകല ദൈവത്തിന്റെ വചനം കൊണ്ട് നിവർത്തിയാവട്ടെ.